الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിലൊന്ന് എടുത്തിട്ട് മഹക്കമായ ആയത്തുമുണ്ട്, മുത്തശാബിഹായത്തുമുണ്ടെന്നാണ് തുടങ്ങിയതിന് ആ തുടക്കത്തിൽ. അതുകൊണ്ട് ഒരു വരി പറഞ്ഞത് കുറച്ച് തഹക്കീക്ക് കുറവുള്ളത് കൊണ്ട് എന്തൊരു ഹർഫിൽ വ്യത്യാസം വന്നാലും മേലെ ഘടകത്തിന് അനിശാറത്തിന് വരും. അത് പറഞ്ഞ ശരിയായിട്ടില്ല. മനസ്സിലാക്കി തരാം. അന്ന് പറഞ്ഞ വ്യത്യാസം. അതായത് ഖുർആനുൽ അദീമിൽ ആയാത്തുകൾ രണ്ടിനമുണ്ട് എന്ന് ആദ്യം പറഞ്ഞു വെച്ചത്. നമ്മൾ എല്ലാം വിശദീകരിക്കണ്ടില്ലല്ലോ. ഒന്ന് മുഹക്കമായ ആയത്ത്, മറ്റൊന്ന് മുതശാബിഹായ ആയത്ത്. മുഹക്കം എന്ന് പറഞ്ഞാൽ എന്താ? അത് അർത്ഥം വളരെ വ്യക്തമാണ്. ആർക്കും അതിലൊരു ഖഫാവും ഒരു സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഖുർആൻ ഇറക്കിയ മഖ്സൂദ് കാര്യം. അതുണ്ട്. മുഹക്കമായ ആയത്ത് മാത്രം ഉണ്ടായാൽ എന്തായി? ഉലൂമുൽ മുആമലാത്ത് എല്ലാം അടങ്ങി. മുതശാബിഹാത്തിൽ എന്തുണ്ട്? കുറച്ച് അവ്യക്തത ഉണ്ടാവും. എന്തുകൊണ്ട്? ഉലൂമുൽ മുകാശഫാത്താണ് അതിൻ്റെ അകത്തടങ്ങിയത്. അങ്ങനെ പറഞ്ഞില്ലേ? മുതശാബിഹി ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുഹക്കം മാത്രം ഉണ്ടായാലും എന്തെന്നെ ഖുർആൻ കൊണ്ടുള്ള ആവശ്യം തീരും. കാരണം അത് ഹുന്ന ഉമ്മുൽ കിതാബ്. ഇനി പറയുന്നത് മുതശാബിഹാത്തിന്റെ അർത്ഥം ഒരു മദ്ഹബ് അള്ളാഹു അല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് നബിതങ്ങൾക്ക് അറിയില്ല എന്ന് അർത്ഥമില്ല. സാധാരണ ആളുകൾക്ക് തിരിയൂല. രണ്ടാമത്തെ മദ്ഹബ് അള്ളാഹു തആല അറിയും, അള്ളാഹു അറിയിച്ചൊരു റാസിഖൂന ഫിൽ ഇൽമായ വലിയ അയിമ്മത്തിന് തിരിയും എന്നാണ് രണ്ടാമത്തെ മദ്ഹബ്. ആ മദ്ഹബാണ് മൂപ്പർ മുഅ്തമദാക്കുന്നത്. റാസിഖൂന ഫിൽ ഇൽമി. ഇത് രണ്ടും മനസ്സിലായില്ലേ? അപ്പൊ എവിടുന്ന വ്യത്യാസം വന്നത്? വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വ്യാഖ്യാനം മറിയൽ അള്ളാഹു തആല മാത്രം എന്താക്കി ഹസ്റാക്കി ഒരു മദ്ഹബാണ്. രണ്ടാമത്തേത് വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹു വറാസിഖൂന ഫിൽ ഇൽമി. അല്ലാഹു തആലയും അറിയും, ഇൽമിൽ വളരെ ആഴത്തിൽ കാലൂന്നിയ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ പോലത്തെ വലിയ വലിയ ആളുകൾക്ക് തിരിയും എന്നാണ്. അതാണ് കറണ്ട് പോയി. അവിടത്തേക്ക് ചോദിച്ചു. വറാസിഖൂന മറ്റു മുബ്തദിയാണ്. ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ പലക്കടക്കെ പോയിട്ട് വയലല്ലോ. അല്ല, അത് ഇങ്ങോട്ട് ഇന്നലെ ഭാരത്തുള്ളത്. അത് കണ്ണിന് കുത്തിയിട്ട് കാണാൻ പ്രകാശം കൊണ്ട് ഹിജാബാലാണത്. പ്രകാശം കൊണ്ട് ഹിജാബ് ഉണ്ടെന്നാണ്. അതായി. എന്നിട്ടോ നമ്മളെ ഇബാറത്തിൽ എന്താ വറാസിഖൂന ഫിൽ ഇൽം എന്ന് പറഞ്ഞതിൽ ലാ യഹ്തദി ഇലാ തഅ്വീലിഹിൽ ഹഖി, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തഅ്വീലിലേക്ക് ഹിദായത്ത് കിട്ടൂല. അല്ലദീ യജിബു അൻ യുഹ്മല അലൈഹി, ആ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൻ്റെ മേലിലാണല്ലോ അതിനെ ചുമത്തേണ്ടത്. ആ അർത്ഥം അറിയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു തആല അല്ലാതെയും വഇബാദുഹുല്ലദീന റസഖൂ ഫിൽ ഇൽമി, ഇൽമിൽ വളരെ ആഴത്തിൽ കാലൂന്നിയ ആളുകൾക്കുമല്ലാതെ. അപ്പോൾ രണ്ടെണ്ണയില്ലേ? ഐന സബതു ഫീഹി വതമക്കനൂൻ, അവര് ഇൽമിലെന്തായി വളരെ ഉറച്ചിരിക്കുകയും അതിൽ വളരെ ആഴത്തിൽ സ്ഥലം പിടിക്കുകയും ചെയ്ത ആളുകൾക്കും തിരിയുന്നതാണ്. അത് അവിടെ തീർന്ന്. വമിൻഹും മൻ യഖിഫു അലാ ഖൗലിഹി ഇല്ലല്ലാഹ്. അപ്പം ഇല്ലല്ലാഹ് എന്നതിൻ്റെ മുകളിൽ വഖഫ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കണ്ടാ? എന്നിട്ടോ വയബ്തദിഉ ബിഖൗലിഹി വറാസിഖൂന ഫിൽ ഇൽമി പുതിയ മുബ്തദയാക്കിയിട്ട് അത്ഫല്ല എന്നല്ലേ? അവർ യഖൂലൂന ആമന്നാ ബിഹി, അതെല്ലാം നമ്മൾ അംഗീകരിച്ചു എന്നേ അവർ പറയുള്ളൂ എന്ന്. അതവിടെ തീർന്ന്.
അപ്പോൾ രണ്ട് മദ്ഹബായല്ലോ. ഇനി വയുഫസ്സിറൂനൽ മുത്തശാബിഹാൻ്റെ അവിടെ നമുക്ക് ലേശം ഒന്ന് ഒരു ചെറിയൊരു ഹഫാവ് വന്നത്. വയുഫസ്സിറൂന എന്ന് പറഞ്ഞാൽ നമ്മളെ ഉലമാക്കൾ ഇന്നാൾ നടക്കില്ല. അതായത് മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ താരീഫ പറയുന്നത്. അവർ മുത്തശാബിഹിനെ എന്താക്കും, തഫ്സീർ പറഞ്ഞു ബിമ ഇസ്തഅ്സറല്ലാഹു ബിഇൽമിഹി, അതറിയൽ കൊണ്ട് അള്ളാഹു തആല മാത്രം പ്രത്യേകമായ ഒന്ന് എന്നാണ് തഫ്സീർ. അപ്പോൾ എന്തെല്ലാം മുഫസ്സിറൂനാണ് ഈ റാസിഖൂന ഫിൽ ഇൽമിലേക്ക് മാത്രമല്ല. മുത്തശാബിഹ് എന്താണ്, മുഹക്കം എന്താണെന്ന് ഏറ്റവും മുഹക്കം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തശാബിഹിന് അർത്ഥം പറഞ്ഞിട്ടില്ല, അതിൻ്റെ തഫ്സീറാ പറയുന്നത്. അതിൻ്റെ അറിവ് കൊണ്ട് അള്ളാഹു തആല തനിച്ചിട്ടുണ്ട്. വബിമാരിഫത്തിൽ ഹിക്മത്തി ഫീഹി, അതിലുള്ള ഹിക്മത്തിൻ്റെ അറിവ് കൊണ്ടും അള്ളാഹു തആല മാത്രം തനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം കഅദദി സബാനിയ, സബാനിയാക്കൾ എന്തുകൊണ്ട് ഫീ ഖൗലിഹി അലൈഹാ 19 മലക്കുണ്ട്. എന്താ, എന്തുകൊണ്ട് 20 ആയിക്കൂടാ, എന്തുകൊണ്ട് 21 ആയിക്കൂടാ, എന്തുകൊണ്ട് 18 ആയിക്കൂടാ, അതൊന്നും നമുക്കറിയില്ല. എന്തോ അതിൽ ഹിക്മത്തുണ്ട്. മുത്തശാബിഹിൻ്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ തഫ്സീറും. മുദ്ദത്തി ബക്കായി ദുന്യാവ് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ള മുദ്ദത്ത് ആർക്കും അറിയില്ല. ഇസ്തഗ്സറല്ലാഹു വഖത്തിൽ ഖിയാമിസ്സാ, ഖിയാമത്ത് നാളുണ്ടാകുന്ന സമയം അള്ളാഹ്ക്ക് അറിയൂ. അതുപോലെ നോമ്പ് എന്തുകൊണ്ട് 30 ഒരു മാസമായി, എന്തുകൊണ്ട് 2 മാസം കൽപ്പിച്ചുകൂടാ. അതുപോലെ 17 റക്അത്താണ് 5 വക്ത് നിസ്കാരത്തിൽ അദദുർ റക്അത്ത്. കണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉദാഹരണം. എന്തിൻ്റെ, മുത്തശാബിഹിൻ്റെ ഉദാഹരണങ്ങളാണ്. തഫ്സീർ പറഞ്ഞിട്ടുണ്ട് എന്തിന്, മുത്തശാബിഹിന് ബിമസ്തഅ്സറല്ലാഹു ബിഇൽമിഹി. നമ്മളവിടെ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് തിരിയുന്നാക്ക് തിരിയും എന്നുള്ളതിലേക്ക് പോയിന്. അത് ഉദ്ദേശിക്കപ്പെടുന്നില്ല, പോയിട്ടുണ്ട്. അങ്ങനെയല്ല ശരിയായ റൂട്ട്. മുത്തശാബിഹിന് അർത്ഥം ഇതാണ് കൊടുക്കേണ്ടത്. അല്ലാഹു തആല ഞാനേ അറിയോ എന്നോട് തിരഞ്ഞെടുത്ത സാധനം. എന്നിട്ടോ വൽ അവ്വലുഹു വൽ വജ്ഹു, ആദ്യം പറഞ്ഞതാണ് വജ്ഹത, ഇല്ലല്ലാഹുവിൻ്റെ മുകളിൽ റാസിഖൂന ഫിൽ ഇൽമാക്കുന്ന അത്ഫാക്കലാണ് വജ്ഹ്. കാരണം അതിനാ മുമ്പ് ബയ്യ ന്യായം കൊണ്ടുവരുന്നത്. എന്നിട്ട് കുറേ പറഞ്ഞു. എന്തുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉപകാരപ്രദമല്ലാത്തൊന്നും പറയൂല. മുത്തശാബിഹ് അല്ലാഹയെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താകും, മറ്റുള്ള ആളെ ആക്ഷേപിക്കും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയുമെങ്കിൽ അസ്ഹാബിമാർ പ്രത്യേകക്കാർക്ക് അറിയും. പിന്നെ അനുഭവത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്ത മുത്തശാബിഹിനായിട്ട് തഫ്സീർ തന്നെ ഇവിടെ കാണുന്നുണ്ട്. അബുൽ ഹസൻ സാദിഖ് റളിയല്ലാഹു അൻഹു അലിഫ് ലാം മീമിനും കാഫായ ഐൻ സാദിനൊക്കെ തഫ്സീർ കൊണ്ടിട്ടുണ്ട്. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അനുഭവം വെച്ചുകൊണ്ടെന്താണ് റാസിഖൂനക്ക് തിരിയും എന്നല്ലാണ്. സാധാരണ ഇല്ല കോട്ട് വാങ്ങാക്കെല്ലാം തിരിയും ആരും ഓർമ്മ പറയുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പഴുവ് പറ്റി മനസ്സിലായില്ലേ. വൈഫസ്സിറൂനാല ലമീർ നമ്മ എന്താക്കി ഈ റാസിഖൂനയിലേക്ക് മടക്കി. അത് വേണ്ടിയില്ല. എന്താണ് മുത്തശാബിഹ് എന്നതിൻ്റെ നിർവചനമാണ് പറയുന്നത്. അതിൻ്റെ അറിവ് കൊണ്ട് അല്ലാഹു തആല മാത്രം തനിച്ച ഒന്ന്. അതിന് മിസാലുകളാണ് ഇത് റക്കാമെന്നാൾ, അതുപോലെ റക്കാത്തിൻ്റെ എണ്ണം, നോമ്പിൻ്റെ എണ്ണം, അത് മാത്രം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നത് വയ്യ. എന്തെങ്കിലും ഒരു ഹർക്കത്തിന് വ്യത്യാസം വന്നാൽ നമ്മളെ നേതാക്കന്മാരുടെ മതം പിടിച്ചവിടെ വെക്കും. അതിലേക്ക് അതെ. ഇപ്പം ക്ലിയർ ആയില്ലേ. അതെ, അറിയാത്തത് എന്താക്കും, ഒന്നിക്ക് അറിയില്ല എന്ന് പറഞ്ഞു വിടല്ലേ. തട്ടി മുളിച്ച് വിട്ടാൽ നമ്മളെ പിടികൂടും. ഇതിനങ്ങനെ പറഞ്ഞു വെച്ചിട്ട് 10 സലാത്തിയല്ലേ കറണ്ട് വരുമോ? ആകെ ചൂട് കൊടുക്കുന്ന എടുത്ത് കാണുന്നില്ല. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. شهد الله, അല്ലാഹു തആല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ കലിമത്തു തൗഹീദാണ് ഇത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല ഇല്ലാഹു എന്ന് പറഞ്ഞാൽ കണക്കന്നെ. കലിമത്തു തൗഹീദിന് ഒന്നാമത്തെ സാക്ഷി ആര്? അല്ലാഹു തആല തന്നെ. രണ്ടാമത്തത് വൽമലായിക്കത്താണ്, മലക്കുകൾ. മൂന്നാമത്തത് ഉലുൽ ഇൽമ,
ഇൽമ് നൽകപ്പെട്ട ആളും. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹിന്റെ കൂടെ, അള്ളാഹിന്റെ മലായിക്കത്തിന്റെ കൂടെ മൂന്നാം നമ്പറായിട്ട് ആരെ പങ്കെടുപ്പിച്ചു? ഇൽമിന്റെ ഹലുകാരെ പങ്കെടുപ്പിച്ചു എന്നാ പറയും. ഒരു മഹത്തായ കലിമത്തിന് സാക്ഷികളാകാൻ വേണ്ടി. അപ്പൊ തൗഹീദ് തെളിയിക്കപ്പെടാൻ അവരാണ് ലക്ഷ്യം. അത് ബിഅന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നത് അല്ലാഹ് സാക്ഷിയാണ്. നസലത്ത്, ഈ ആയത്തിറങ്ങിയത് ഹീന ജാഅ റജുലാനി മിൻ അഖ്ബാരി ശാം, ഷാമിലുള്ള ഈ ജൂത പണ്ഡിതന്മാരുണ്ട്. ഹബ്ർ എന്ന് പറഞ്ഞ അക്കാലത്ത് പറയല് ജൂതന്മാരുള്ള പണ്ഡിതന്മാർ. രണ്ടാള് വന്നു. ഫഖാല ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് രണ്ടാളും പറഞ്ഞതെന്ത്? അന്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ മുഹമ്മദ്? ഖാല നഅം, അതെ. ഫഖാല, അപ്പൊ രണ്ടാളും ചോദിക്കുന്നു അന്ത അഹ്മദു, നിങ്ങളാണോ അഹമ്മദ്? ഖാല അന മുഹമ്മദുൻ വഅഹ്മദു, തങ്ങൾ പറഞ്ഞു. ഖാല, അവർ രണ്ടാളും പറയുന്ന അഖ്ബിർന അൻ അഅളമി ഷഹാദത്തി ഫിൽ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബില് സാക്ഷ്യത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അഅളമായ സാക്ഷി ഏതാണ്? അള്ളാന്റെ തൗഹീദിന്. ഫഅഖ്ബറഹുമാ, അപ്പോൾ അള്ളാഹു കലിമത്ത് തൗഹീദാണെന്നുണ്ടാക്കി തങ്ങൾ ഓർക്ക് പറഞ്ഞു കൊടുത്തു. കേട്ടാ, അടുത്തുനിന്ന് ഇനി ഷഹിദ എന്ന് പറഞ്ഞ അർത്ഥം പറയുന്നത്, പഴയ കാലത്ത് പൊന്നാനി അർത്ഥം എന്താന്ന്? ആദ്യം അർത്ഥം അറിയുക, അത് മനസ്സിൽ ഉറപ്പിക്കുക, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. ആ അർത്ഥം അറിഞ്ഞ് അർത്ഥം ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. അപ്പൊ അർത്ഥം അറിയാതെ പറഞ്ഞത് കൊണ്ട് ആവൂല, അർത്ഥം അറിഞ്ഞിട്ടുണ്ട് പക്ഷെ മനസ്സിൽ അതിനെപ്പറ്റി തസ്ദീഖില്ല ഞാനും ആവൂല, അർത്ഥം പറഞ്ഞാൽ ഉറപ്പിച്ചാലും പറയൂല. വൽ മഅന ഉസ്ബിതു ലഹു ബിൽ ഹുജ്ജത്തിൽ ഖത്ഇയ്യ, അനിഷേധ്യമായ തെളിവുകളെ കൊണ്ട് ഞാൻ അല്ലാഹു തആലാക്ക് സുബൂത്താക്കുന്നു. എന്തിനെന്ന് ബൈബിൾ പറയും. വഅഅലമു ബിമസ്നൂആതിഹി ദാല്ലത്തി അലാ തൗഹീദിഹി, അല്ലാഹു തആലാന്റെ തൗഹീദിന്റെ മേൽ അറിയിക്കുന്ന ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്, അതിൽ കൂടിയും ഞാൻ അറിയുന്നുണ്ട്. എന്താ അറിയുന്നത്? അന്നഹു വാഹിദുൻ ലാ ശരീക ലഹു ഫീ ഖൽഖിഹി, പടക്കുന്ന വിഷയത്തിൽ അല്ലാഹു തആലാക്ക് യാതൊരു ശരീക്കുമില്ല, വാഹിദാണ് എന്നത് ഞാൻ അറിയുന്നു എന്നാ പറഞ്ഞതിനർത്ഥം. ഷഹിദല്ലാഹു അന്നഹു നഖൈ, ഇത് ലാ യഖ്ദിറു അഹദുൻ, വരാക്കും കഴിയൂല അൻയുൻസിഅ ശൈഅൻ മിന്നാ, ഈ മസ്നൂഅത്തിന്റെ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം തുടങ്ങിയ ഇതിൽപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കാനും, ചിലപ്പോൾ ഒരു രോമം ഉണ്ടാക്കാൻ പോലും ആർക്കും കഴിയൂല. ഇപ്പൊ ചില വ്യക്തികൾക്കാണ് എന്ന് പറയുന്നത് അഖീദയിൽപ്പെട്ടതല്ല. ഇപ്പം സംഗതി മനസ്സിലായ? ഇനി സാക്ഷി രണ്ടാമത്തേത് വൽ മലായികത്തു, മലായികത്തും എന്താണ് ഇതിന് സാക്ഷിയാണ്. ഐ അഖറത്തിൽ മലായികത്തു ബിദാലിക്, ഈ കാര്യങ്ങളെ കൊണ്ട് എന്തുകൊണ്ടാണ്? ഹുജ്ജത്തുൽ ഖത്ഇയ്യ, അനിഷേധ്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്, അതിനറിയിക്കുന്ന മസ്നൂആത്തുകളും ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞു. എന്താ? ലിമാ ആയനത് മിൻ ഇളമി ഖുദ്റത്തിഹി, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ ആ വണ്ണവും വലിപ്പുണ്ടല്ലോ, മലായികത്തിന്റെ കണ്ടിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആര്? ഉലുൽ ഇൽമു. എന്താ? ഐ ആമനു ബിഹി വഹ്തജ്ജു അലൈഹി ബിൽ അദില്ലത്തി തക്വീനിയ്യത്തി വതശ്രീഇയ്യ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, എന്നിട്ട് അതിന് അവർ തെളിവെടുത്തു. ബിൽ അദില്ലത്തി തക്വീനിയ എന്ന് പറഞ്ഞാൽ ആകാശത്തിലും ഭൂമിയിലും അല്ലാഹു തആല പടച്ചു വെച്ച ഒരുപാട് ദലീൽ, അത് നോക്കുന്നില്ലേ, ഇത് നോക്കുന്നില്ലേ, ഒട്ടകം നോക്കുന്നില്ലേ, ആകാശം നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി, ഇങ്ങനെ തക്വീൻ. മാത്രമല്ല അതിനെന്താക്കും? തശ്രീഇയ്യ എന്ന കിതാബുകളിൽ പറയുന്ന പല ദലീലുണ്ടാവും, ആയാത്തുകളെ കൊണ്ടും ഹദീസുകളും. അപ്പൊ രണ്ട് ദലീലായി, ഒന്ന് അക്കലിയായ ദലീലായി, ഒന്ന് നക്കലിയായ ദലീലായി. തക്വീനിൽ അക്കലാ നദി ഉണ്ടാകില്ല, തശ്രീഇലോ നക്കലി. അതാണ് ഈ ഉലുൽ ഇൽമിൽ ആരക്കപ്പെട്ട് ബഹും, അവര് അൽ അംബിയാവും. ഒന്ന് അംബിയാക്കൾ, രണ്ട് വൽ മുഅ്മിനൂന അല്ലദീന അലിമു തൗഹീദഹു, അള്ളാഹുവിന്റെ തൗഹീദിനെ അറിയുകയും പഠിക്കുകയും ചെയ്ത മറ്റ് മുഅ്മിനീങ്ങളും അറിയപ്പെട്ട് ഉലുൽ ഇൽമിൽപ്പെട്ടു.
അതുകൊണ്ട് അക്കീദ നന്നായിട്ട് ഓതണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ജനിക്കുമ്പോൾ തന്നെ BA കാരനാകുന്നില്ലല്ലോ. എന്നാ പിന്നെ ഉപ്പ BA പഠിച്ചിട്ടുണ്ടാവും. എന്നാ ഉപ്പൊക്കെ ജനിച്ച മോനും എന്താക്കും BA കാരനായി ജനിച്ച്. നിങ്ങൾ ജനിക്കുമ്പോൾ മുസ്ലിം അല്ല എന്നല്ല ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. മുസ്ലിമായി ജനിച്ച വക എന്താക്കണം, ദീനന്റെ എൽമ പഠിക്കണം എന്നാണ്. എന്നാ ഉപ്പ നിൽക്കിരിക്കുന്ന ആളായതുകൊണ്ട് മോൻ നിൽക്കിരിക്കുന്ന ആളായി ജനിച്ച ഇസ്ലാമിൽ താബിയാവും. യഥാർത്ഥത്തിലുള്ള തസ്തീക്കുള്ള ഉപ്പാനോട് എന്താക്കും, മാതാപിതാക്കളോട് താബിയാവും. താബിയായിട്ട് ഇവനിങ്ങനെ ഉമ്മിയായിട്ട് കഴിഞ്ഞുകൂടാന്ന് അതിന്റെ മേന. പണ്ട് നമ്മളുടെ ദസോക്ക് കിതാബ് പോകുന്നുണ്ട്, ഇങ്ങനെയെല്ലാം പറ്റിയ കിതാബാണ്. നമ്മൾ ആദ്യം പോയി മുസ്ലിം ഒന്നും ആക്കണ്ട, ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാണ്. പിന്നെ ഒരാൾ പറഞ്ഞ ആ ദസോക്ക് കിതാബ്, ആ കള്ളത്തരീക്കത്തിന്റെ കിതാബ് എന്താണ്, ആദ്യം ഒരു മുഖദ്ദിമ മനസ്സിലാക്കിയതിന് ദസോക്ക് തരീക്കത്തൊന്നുണ്ട്. രണ്ടാമത്തെ മുഖദ്ദിമ അത് കള്ളത്തരീക്കത്താണ്. ആണോ ഇല്ലെന്നത് വേറെ വിഷയം. അക്കിത്താബ് നിക്കിത്താബ് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ ഖത്ത്. അപ്പൊ എന്തായെന്നറിയോ, പാണ്ഡവന്മാർ എനിക്കറിയാം കട്ടിലക്കാല് പോലെ. അപ്പൊ ഒന്നാമത്തെ ഖത്ത് പാണ്ഡവന്മാർ 5 ആളാണ്, കട്ടിലക്കാല് 4 ഉള്ളൂ. കട്ടിലക്കാല് പോലെ 3 എണ്ണം ഇങ്ങനെ കാണിച്ചു. ഈ 3ഉം ഇതും തമ്മിൽ ഒത്തിട്ടില്ല. ഇത് കൂട്ടി വായിച്ചാൽ ഓ കള്ളത്തരീക്കത്തിന്റെ കിതാബ് ഒന്നും അല്ലേ, എന്താ സംഗതി. ആശയുടെ ദുസ്വകി കള്ളത്തരീക്കുന്ന കിതാബാ. ഇമാം സനൂസി റളിയല്ലാഹു അൻഹു അഖീദയിൽ മുതഅഖിരീങ്ങളുടെ കൂട്ടത്തിൽ വലിയ മുജ്തഹിദായ ഇമാമാണ്. മൂപ്പർക്ക് അഖീദയിൽ തന്നെ ഒരുപാട് കിതാബുണ്ട്. കുബ്ര, സൂറ, ബുസ്ത, പിന്നെ പേരക്കുട്ടിന്റെ പേരക്കുട്ടി എന്നൊക്കെ 1ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ട് വലിയ ഒക്കലായിന് വരെയുള്ള കിതാബിന്റെ നിരന്തരന്റെ പട്ടികയുണ്ട്. അതിൽ ഉമ്മുൽ ബറാഹിൽ മൂപ്പർ സ്വന്തം അഖീദത്തിൽ കുബ്രഗതി ശറഹാണ്. അതിന് ഇമാം മുഹമ്മദ് ബിൻ അറഫത്ത് ദസൂഖി എന്ന് പറഞ്ഞാൽ അതിന് ഹാഷിയാണ്. മാലിക്കി മദ്ഹബില് ഷാഫിഈ മദ്ഹബിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെയാണ് അലി മുഹമ്മദ് ദസൂഖി മാലിക്കി മദ്ഹബില്. അതിൻ്റെ ഷറഹ് സഗീർ നടക്കണം. അവർക്ക് 18 വോള്യട്ടം വരുന്ന മാലിക്കി മദ്ഹബിന്റെ കിതാബുണ്ട്. അവിടെ ദസൂഖി എന്ന് പറയും. ദസൂഖി മിസ്രിലെ നാട്ടിന്റെ പേരാണ്. ഇതെല്ലാവരും കള്ളത്തരീക്കത്തുകാരല്ല. എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വേണം പറയാൻ, എന്നിട്ട് വേണം പ്രഖ്യാപിക്കാൻ. ഇതിൽ ബായി അടക്കിക്കൂടാ. അപ്പൊ ഇത് മനസ്സിലായില്ലേ? മാത്രമല്ല അലി തൗഹീദിനെ അറിയുകയും തൗഹീദ് കൊണ്ട് തീർത്തവർ എന്താക്കി ഉറപ്പിച്ചു പറഞ്ഞു, ഏറ്റിക്കാദ് സഹീഹായ ഏറ്റിക്കാദായിട്ട്. അപ്പൊ മുഅ്തസിലിയും പോയി, റാഫിലിയും പോയി, വഹാബിയും പോയി, മുജാഹിദും പോയി, എല്ലാം പോയി. ഏറ്റിക്കാദ് സഹീഹൻ അത് നഖായിമൻ ബിൽ ഖിസ്ത്, അതൊരു ഹാലാണ്. ഐ മുഖീമൻ ബിൽ അദ്ലി. അത് അല്ലാഹു തആലാന്റെ ഉലൂഹിയത്ത് പറഞ്ഞത് പുറമെ അല്ലാഹു തആലാന്റെ ഒരു വസ്ഫ് പറഞ്ഞു. നീതിയാണ് അല്ലാഹുവിന്റെ അതില് ഇതില് ഖിസ്മത്തുൽ അർസാഖ്, റിസ്ഖിനെ വെക്കുന്ന വിഷയത്തിൽ. അപ്പൊ ചിലർക്ക് അധികം ഉണ്ടാവും, ചിലർക്ക് കുറവുണ്ടാവും. അത് നീതിയാണ്. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കലല്ല. അവൽ ആജാലി ആയുസിനെ വെക്കുന്ന വിഷയത്തിലും. എന്നാൽ ആയുസ് ചിലർക്ക് 100 വയസ്സ് 120 വയസ്സെല്ലാം ജീവിച്ചിട്ടുണ്ട്. ചിലർ നേരത്തെ തന്നെ മരിച്ചു പോകുന്ന ആളുണ്ട്. അന്ന് പറഞ്ഞില്ലേ, എന്താ നിങ്ങളെ കൂട്ടത്തിലുണ്ട് പ്രായത്തിനതിന് മുമ്പ് മരിക്കുന്ന ആളുണ്ട്, ബാല്യക്കാരായിട്ട് മരിക്കുന്ന ആളുണ്ട്, എത്രയോ വയസ്സായിട്ട് മരിക്കാത്ത ആളുമുണ്ട്. അതൊക്കെ നീതിയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് അവന്റെ ഇബാദിനോട് മിനൽ അദ്ലി, അദ്ല് വേണമെന്ന്, വതസ്വിയതി ഫീമാ ബൈനഹും, അവരുടെ ഇടയിൽ നീതി പുലർത്തണമെന്നും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. വദഫ്ഇൽ ളുൽമി അൻഹും, അവരെ തൊട്ട് ളുൽമിനെ തടുക്കണം എന്നും കൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഖായിമൻ ബിൽ ഖിസ്തിൽപ്പെട്ടതാണ്. അപ്പൊ അല്ലാഹു വെറും ഇലാഹാക്കിയിട്ട് ളുൽമി ചെയ്യലല്ല അല്ലാഹുവിന്റെ പണി. മനസ്സിലായില്ല? ഓനിക്ക് 10 തട്ട് ബിൽഡിങ് കൊടുത്ത് എനിക്കൊരു ചാപ്പം പറയുന്നു, ഇതെന്താ അല്ലാഹ്, എന്ത് നീതിയില്ലാത്ത, മുണ്ടാൻ പറ്റൂല. അപ്പൊ ഖായിമൻ ബിൽ ഖിസ്താരാണ് അല്ലാഹ് എന്ന് പറഞ്ഞതിൽ നിന്നുള്ള ഹാലാണ്. എന്നിട്ടോ വീണ്ടും പറയുന്നു ലാ ഇലാഹ ഇല്ലാഹു. ആദ്യം പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്ന ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്ന്. കർറൽ മശ്ഹൂദ ബിഹി, സാക്ഷ്യം വഹിക്കപ്പെട്ട ആ ആശയമുണ്ടല്ലോ,
അതിനെ ആവർത്തിച്ചു തൗഹീദ് ഒന്നും കൂടി തൗഹീദാക്കാൻ വേണ്ടി. അത് ലാ ഇലാഹ ഇല്ലാഹു എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് ഇല്ലാഹു അൽ അസീസുൽ ഹക്കീമും കൂടെ കൂട്ടി. എന്തിനാ യുവഹിദൂഹു, എല്ലാവരും അല്ലാഹുവിനെ തൗഹീദാക്കട്ടെ. വലാ യുശ്രികൂന ബിഹി ശൈആ, അല്ലാഹുവിനെ കൊണ്ട് ഒന്നിനെ ശിർക്ക് വെക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടാണത്? ലിയന്നഹു യന്തഖിമു മിമ്മൻ ലാ യുവഹിദുഹു, തൗഹീദാക്കാത്തവനെ അല്ലാഹു തആല ശിക്ഷിക്കും. ലാ മുഅക്കബ ലിഹുക്മിഹി, അവന്റെ ഹുക്മിനെ തടുക്കാനോ എതിർക്കാനോ ആരുമില്ല. അപ്പം ഒന്നും കൂടെ എന്താക്കി? തൗഹീദ് ആവർത്തിച്ചു. തുടക്കത്തിലും ആവർത്തിച്ചു, ലാസ്റ്റും അതവിടെ തീർന്നു. ഇനി ഇവിടെ ലോകത്തൊരുപാട് ദീന് കാണും. അള്ളാഹിന്റെ അടുക്കൽ അംഗീകരിച്ച ദീൻ ഏതാണെന്നാണ്. ഏതാണ്? തൗഹീദിന്റെ മേലും റിസാലത്തിന്റെ മേലും ഊന്നി നിൽക്കുന്ന ഒരു ദീനുണ്ട്. അള്ളാഹ്ക്ക് തൗഹീദ്, അള്ളാഹ് അയച്ച മുർസലീങ്ങൾക്കുള്ള റിസാലത്ത്, ഇത് രണ്ടും ഊന്നിട്ട് എന്താക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമ്പിയാക്കളിലൂടെ കുറെ കാര്യം കൽപ്പിക്കും. ആ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. എങ്ങനെ ചെയ്യണം? ഇവിടുന്ന് റസൂല് റിസാലത്ത് പറഞ്ഞാൽ നോക്കെ അമ്ര ആടുന്ന് വങ്ങ റിസാലത്തിലൂടെ നോക്കുക അങ്ങനെ ചെയ്യണം. അപ്പൊ ഡോക്ടർ ആടുന്ന് കുറിച്ച് തരും. അപ്പുറം ഫാർമസിയിൽ പോയിട്ട് കുടിക്കേണ്ട ക്രമയിലേക്ക് തരും. അവർക്ക് വന്നിട്ട് കുടിച്ചോടാ തിരിഞ്ഞ. അപ്പൊ എന്താക്കും? അക്കീമു സ്വലാത്ത എന്നൊരു ഹുക്മി വന്നാൽ മുസല്ലി ഓർ കാണിച്ചു തരും. സല്ലു കമാ റഅയ്തുമൂനി, ഞാൻ നിക്കരിച്ച് കാണിച്ചു തരാം, ഞാൻ ഒന്നു കൊടുത്ത് കാണിച്ചു തരാം, അതുപോലെ ചെയ്തു തിരിഞ്ഞ. അപ്പൊ എന്ത് വേണം? അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇഖ്ലാസും വേണം, നബിയുടെ ഇത്തിബാഉം വേണം. ആ ഹുക്മ നടപ്പിലാക്കാൻ രണ്ടാലൊന്നു പോയാൽ കാര്യം വരും. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ചെയ്താല് നീയത്ത് പോയാൽ പേടായി, മെച്ചത്ത് ബോഹ് പോയി. ഇത്തിബാ ഇല്ലാണ്ട് ചെയ്തതിന് കൂടാരവും പോയി. ഇത്തിബായിൽ കൂടി ജനം അപ്പൊ കൂടുമില്ല, കൂടിയിലുണ്ടാവും, ഇല്ലാണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിയാക്കളിലൂടെ എന്താ വിരോധിച്ചത് അല്ല വിരോധിച്ച ഭാഗയെ ഒഴിവാക്കണം. അടപ്പെന്ന വിരോധിക്കുന്ന എന്നുള്ള ഇത്തിബായ പറയാൻ കാരണം അത് തർക്കാണല്ലോ. എന്തിനെ ഒഴിവാക്കിയെന്ന് വെച്ചാല് അത് നീയത്തെ കൊണ്ടു. അപ്പൊ ഈ നാല് കാര്യം 4 തൂണായിട്ട് അവിടെ നിൽക്കുന്നതാ. അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇന്നദ്ദീനന്റെ ഖബറാണ് ഇത്. അൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീന് ഇസ്ലാം മാത്രമാണ് നടവില്ല. അതുകൊണ്ട് ഇന്നദ്ദീന എന്ന് പറഞ്ഞാൽ അതിന് അദ്ദീന എന്ന് അലിഫ്ലാം കൊടുത്തു. എന്നിട്ടോ അൽ ഇസ്ലാം ഖബറിലും അലിഫ്ലാം കൊടുത്തു. 2 തറഫിലും അലിഫ്ലാം കൊടുത്താൽ എന്താകും? ഇതിൽ മുൻഹസറാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീന് ഇസ്ലാമിൽ മാത്രം മുൻഹസറാണ്. ഇവിടെ ഹസറിന്റെ വജുഹട് കിട്ടും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു അപ്പുറം വേറെ ആയത്തിൽ പറയുന്നുണ്ട്. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായിട്ട് ആൾ അംഗീകരിച്ചാൽ അള്ളാഹ്ക്ക് വേണ്ട പോന്നു പറയും കേട്ടാ. ഇസ്ലാം അല്ലാത്ത ഒരു ദീന് അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തികരമായ ഒന്നില്ല. ഇസ്ലാം ദീന എന്നാ പറഞ്ഞു. ശരിയില്ലേ? ഏതാണ്? അല്ലദീ ഹുവ തൗഹീദു വതശ്രീഉ. കണ്ടാ, 1 തൗഹീദ്, 2 തശ്രീഉ. തൗഹീദിൽ എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കൂടൂ. അതില്ലാഞ്ഞാലേ ഒറ്റവാദാവൂലല്ലോ. അല്ല, ഞാൻ ഇന്നാള് പറഞ്ഞ ആറാളുടെ 8 പശ പോലെയെന്ന് ഒറ്റൊന്നും ഒട്ടിച്ചാലും ഒട്ടൂലല്ലോ. അതേതാണ്? അമ്രിന് ഭയപ്പെടലും നഹി ഒഴിവാക്കലും. അതാ ശരീഫത്തായ ശരീഅത്ത് കൊണ്ട് നമുക്ക് നടപ്പിൽ വരുത്തല്. വഹുവദ്ദീനുൽ ഹഖ്, അതാണ് ഹക്കായ ദീൻ. എപ്പം തുടങ്ങിയിട്ടുണ്ട്? മുൻദു ബഅസല്ലാഹു ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിനെ ഇങ്ങോട്ട് ആക്കുന്ന കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താക്കും? ഫുറൂഇയായ ചില കാര്യങ്ങളിൽ കാലോചിതമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാം ഉസൂലും ഒന്ന്. അതാ കാമാ ഖാല അല്ലാഹു തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. കണ്ടാ, ഇത് ഹഖീഖത്തു ദീനുൽ ഇസ്ലാമി അത്തൗഹീദ്.
ദീനുൽ ഇസ്ലാമിന്റെ ഹഖീഖത്ത് അവിടെ കിടക്കുന്ന തൗഹീദിൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല മുഹമ്മദുർ റസൂലുള്ളാഹി പെട്ടിട്ടുണ്ട്. വഹാദ ദീനു മിൻ ദാലിക്കൽ ജമാനി ഇലാ യൗമിൽ ഖിയാമ. ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെയും ഈ ദീന് വാഹിദുൻ, ഒറ്റൊരു ദീനേ ഉള്ളൂ, ബിഹസ്ബിൽ ഹഖീഖത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം എന്താ ശാഖാപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാവും. വമുഖ്തലഫുൻ ബിഹസ്ബി സൂറത്തി, സൂറത്തിന്റെ വിഷയത്തിൽ എന്തുണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവാം. ശുറൂത്തിലും. ഇനി വഅൻ ഗാലിബിൽ ഖത്താനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അതൈതുൽ കൂഫത ഫീ തിജാറത്തിൻ, ഒരു കച്ചവട സംഘത്തിലായിക്കൊണ്ട് ഞാൻ കൂഫയിലേക്ക് പോയി. ഫനസൽതു ഖരീബൻ മിനൽ അഅ്മശ്, അഅ്മശ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ലോകപ്രസിദ്ധനായ ആലിമീങ്ങളിൽപ്പെട്ട ഇമാമിങ്ങളിൽപ്പെട്ട ഒരാളാണ് അഅ്മശ്. കുറെ ചരിത്രം നമ്മളെ കിതാബിലടങ്ങി വരും, ഇപ്പം അത്രേ പറയുള്ളൂ. ഫകുന്തു അഖ്തലിഫു ഇലൈഹി, ഞാനായിരുന്നു മൂപ്പറയൊക്കെ പോയിക്കൊണ്ടും വന്നുകൊണ്ടെല്ലാം നിൽക്കും. മൂപ്പറ കച്ചവടത്തിലാണ് പോയതെങ്കിലും മൂപ്പറ കാണാൻ പോയിക്കൊണ്ടും വന്നുകൊണ്ടും നിൽക്കും. ഫലമ്മ കുന്തു ദാത്ത ലൈലത്തിൻ, ഒരു രാത്രിയായപ്പോൾ ഖാമ മിനൽ ലൈലി മുതഹജ്ജിദൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി ആരെണീറ്റ്? അഅ്മശ് ഇമാം റളിയല്ലാഹു അൻഹു എണീറ്റ്. ഫമറ ബിഹാദിഹിൽ ആയ, അങ്ങനെ ഈ ആയത്തിലേക്ക് എത്തിയടെ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു എന്ന് തുടങ്ങിയിട്ട് അൽ ആയ തീരോളം. ഖാലൽ അഅ്മശ് പറയുന്നു, വഅന അശ്ഹദു ബിമാ ഷഹിദല്ലാഹു ബിഹി, അത് മൂപ്പർ കൂട്ടിക്കൊടുത്തത്. അല്ലാഹു തആല സാക്ഷ്യം വഹിച്ച എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലായികത്തും ഉലുൽ ഇൽമൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ആശയമുണ്ട്, അതിന് ഞാനും സാക്ഷിയാണ് എന്ന് മൂപ്പർ പറഞ്ഞു കേട്ടാ. എന്നിട്ടോ വാസ്തൗദിഉല്ലാഹ ഹാദിഹി ഷഹാദ, ഈ സാക്ഷ്യത്തിനെ ഞാൻ അള്ളാഹിന്റെ ഹദ്റത്തിൽ നിക്ഷേപിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ ഇതിന്റെ ആളാണെന്ന് അള്ളാഹ് കേൾപ്പിച്ചു കൊടുക്കുന്നു. വഹിയ ലീ ഇൻദല്ലാഹി വദീഅത്തുൻ, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വദീഅത്താണ്, സൂക്ഷിക്കാൻ കൊടുത്ത മുതല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞു അള്ളാഹ് കേൾപ്പിച്ചു കൊടുത്തു. എന്താ നമ്മുടെ ശൈഖ് താരിഖ് അന്ന് ബാൻഡാത്തിലെ വിദ്യാർത്ഥികളെല്ലാം മൂപ്പറെന്താക്കും, അല്ലാഹുമ്മ ഇന്നി അശ്ഹദുക എന്ന് പറഞ്ഞിട്ട് എന്താക്കും, ഞാൻ ഈ ഹദ്റത്തിൽ ഈ സമയത്ത് ഈ വലിയന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഞാൻ കലിമത്ത് തൗഹീദ് വിശ്വസിക്കുന്നവരാണ് എന്ന് ഞാനവിടെ നിക്ഷേപിക്കുന്നത് എന്നിട്ട് എന്താക്കും സാക്ഷി നിർത്തിയിരിക്കുന്നു. അപ്പം എല്ലാ സ്ഥലത്തും പറയുന്നത് കേട്ടു. വാസ്തവ ഹാദിഹി ഷഹാദ ഫി ഹാദൽ വഖ്തി വഫി ഹാദിഹി സ്സാഅ വഫി ഹാദിഹിൽ ഹദ്റ, ഞാൻ അതുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. കണ്ടോ? ഖാലഹ മിറാറൻ, ഇത് പലപ്പോഴും മൂപ്പർ പറയുന്നുണ്ട്. ഖുൽതു, ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞ് അഅ്മശ് എന്തെങ്കിലും പറയുന്ന ആളല്ല, അവർക്ക് എന്തെങ്കിലും തെളിവില്ലാണ്ട് പറയൂല. കണ്ട, നമുക്ക് അഅ്മശ് തെളിവായിട്ട് മതി, പക്ഷെ അഅ്മശിന്റെ അടുക്ക് എന്തെങ്കിലും തെളിവുണ്ടാകും എന്ന് ഞാൻ എന്താക്കി, ലഖദ് സമിഅ ഫിഹാ ശൈഅൻ, ഇങ്ങനെ പറയണമെന്ന് എന്തോ ഒരു ശൈഅ മൂപ്പർ കേട്ടുണ്ടാവണം. അങ്ങനെ ഫസല്ലൈതു മഅഹു, ഞാൻ മൂപ്പറോടൊപ്പം നിക്കരിച്ച് വവദ്ദഅതു, യാത്ര പറഞ്ഞു പോയി. സുമ്മ ഖുൽതു, പിന്നെ ഞാൻ പറഞ്ഞു, ആയത്തൻ സമയത്തുക തുറദ്ദിദുഹാ, നിങ്ങൾ മടക്കി മടക്കി ഓതിയ ഒരു ആയത്തുണ്ടല്ലോ, ഇത് ഷഹിദല്ലാഹു, ഈ കലിമത്ത് അതിനൊക്കെ കൂട്ടിച്ചേർക്കും. ഫമാ ബലഗക ഫീഹാ, ഇതിൽ നിങ്ങൾക്ക് എന്താണ് തെളിവ് കിട്ടിയത് എന്ന് ആരോട്? അഅ്മശിനോട്. ഖാല, മൂപ്പർ പറഞ്ഞു, വല്ലാഹി ലാ ഹജ്ജുക ബിഹാ ഇലാ സന, ഒരു കൊല്ലം വരെ ഞാൻ പറഞ്ഞിരൂല എന്ന്. ഒരു കല്ലുകൾ നിൽക്കണം, നല്ല പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കിട്ടാൻ വേണ്ടി മൂപ്പർ ഒരു കൊല്ലം കാത്തു. ഫലബിസ്തു അലാ ബാബിഹി മുൻദു ദാലിക്കൽ യൗം, അന്നത്തെ ദിവസം മുതൽ ഞാൻ എന്താക്കി, ഒരു കൊല്ലം മൂപ്പർ കാത്തിരുന്നു. ഫഖംതു സനത, ഇതിന് മറുപടി കിട്ടിയേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. ആര്? നമ്മുടെ ഗാലിബുൽ ഖത്താനി ഇതിനുണ്ടല്ലോ. ഫലമ്മ മലത്തിസന, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ അബാ മുഹമ്മദ്, അഅ്മശിന്റെ ഓമന പേരാണ്. ഖദ് മലത്തിസന, ഒരു കൊല്ലം പറഞ്ഞിട്ട് പൂർത്തിയായല്ലോ, ഇനി പറഞ്ഞിരൂലേ? ഫലബിസ് അതാ ഖാല, മൂപ്പർ പറഞ്ഞു, ഹദ്ദസനി അബൂ വാഇൽ അൻ അബ്ദില്ലാഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂപ്പരെ സനദടക്കം എന്താക്കി അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അബ്ദുല്ലാഹി എന്ന് പറയുമ്പോൾ എനിക്ക് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ആയിരിക്കണം. കാരണം ഹദീസിൽ അറിയപ്പെടുന്ന കുറെ അബ്ദുള്ളകളുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അങ്ങനെ കുറെ അബ്ദുള്ളമാരുണ്ട്. യുജാഉ ബിസാഹിബി, ഇതാ ഹദീസ്, യുജാഉ ബിസാഹിബിഹാ യൗമൽ ഖിയാമ, ഈ സാക്ഷ്യത്തിന്റെ ഷഹാദത്തുണ്ടല്ലോ അതിന്റെ സാഹിബിനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും.
അല്ലാഹു തആല പറയുന്നു, ഇന്നൽ അബ്ദി ഹാദാ ഇൻദി അഹദ, ഈ അബ്ദിന് എൻ്റെ അടുക്കൽ ഒരു കരാറുണ്ട്, ഒരു വദിയത്ത് വെച്ച സാധനമുണ്ട്, ഒരു ഷഹീദ്. അപ്പൊ അത് ഞാൻ പാലിക്കണമല്ലോ. ആ കരാറ് കൊണ്ട് പൂർത്തിയാക്കുന്നതിൽ ഏറ്റവും മുമ്പന്തിയിൽ ഏറ്റവും അഹക്ക് ഞാനാണ്. അല്ലാഹു പറയുന്നു, അദ്ഖിൽ അബ്ദിയൽ ജന്ന, എൻ്റെ അബ്ദിനെ സ്വർഗ്ഗത്തിൽ കയറ്റൂ എന്നെന്താക്കും പറയും. 2-ാം നമ്പറല്ലേ അതാ. അൽ ഹദീസു അഖറജഹു തബറാനി ഫിൽ കബീർ വദക്കറ ഹാദിഹിൽ ഖിസ്സ. അത് 2-ാം നമ്പറിൽ അല്ല, ഹദീസ് തർത്തീബിൽ ആദ്യം എന്ന് പറഞ്ഞ് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഹദീസ് റവാഹു മുസ്ലിം, അത് വേറൊരു ഹദീസ് കഴിഞ്ഞു. എവിടെ ഫാദില സമയത്ത് വിളിച്ചു പറയുന്നു പറഞ്ഞത്, അതാണ് തീർന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ദീന് ഇസ്ലാം. പിന്നെ അങ്ങനെ പല തരക്കാരായി വന്നു, പല പാർട്ടിയായി വന്നു. അറിവ് കിട്ടിയതിന് ശേഷവും ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്താക്കി, ഇത് ചിന്ന ഭിന്നമാക്കിയതാണെന്ന് അവർ അതിന് തെയ്യനത്തില്ല. കണ്ട, അപ്പൊ ചോദ്യത്തിന് മറുപടിയാണ്, കിതാബ് നൽകട്ട പുറപ്പെട്ടവരുടെ ഇഖ്തിലാഫായി. അപ്പൊ ഇല്ല ഇൽമ വന്നതിന് ശേഷം അല്ലാതെ ഇഖ്തിലാഫ് ഉണ്ടായിട്ടില്ല. അപ്പൊ ബോധപൂർവ്വം ഉണ്ടാക്കി ഇഖ്തിലാഫാണ്. മനസ്സിലായിനാ? നസലത്ത് ഫിൽ യഹൂദി വൻ നസാറ. അപ്പൊ ഊത്തുൽ കിതാബ് എന്നത് യഹൂദി നസാറകൾ യാത്തിറങ്ങി ഹീന തറക്കുൽ ഇസ്ലാം, ഇസ്ലാമായിട്ട് ഒഴിവാക്കി, അല്ലദീ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒന്നിനെ വഅൻകറു നുബുവ്വതഹു, തങ്ങളുടെ നുബുവ്വത്തിനെ എന്താക്കി നിഷേധിച്ചു. അറിയായിച്ച അതിന് അറിയാണ്ട് പെട്ടുപോയതല്ല, അറിഞ്ഞും കൊണ്ട് തന്നെ ചെയ്യുന്ന പറയുന്നു. ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, അവർക്ക് ഇൽമ വന്നതിന് ശേഷം അല്ലാതെ ഉണ്ടായിട്ടില്ല. അതായത് വമഖ്തലഫു ഫീ ദീനിൽ ഇസ്ലാമി വനുബുവ്വത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ നുബുവ്വത്തിലും ദീനുൽ ഇസ്ലാമിലും അവർ അഭിപ്രായ വ്യത്യാസം ഇഖ്തിലാഫ് ഉണ്ടായിട്ടില്ല. ഫീ ഹാലി മിനൽ അഹ്വാൽ, ഒരവസരത്തിലും. ഇല്ലാ മിൻ ബഅദി മാ അൻ അലിമു ഹഖീഖത്തൽ അംർ, യഥാർത്ഥത്തിലുള്ള ഹഖീഖത്തുൽ അംർ അവർ അറിഞ്ഞതിന് ശേഷമാണ് എന്താക്കിയത്, ഇഖ്തിലാഫാക്കിയത്. സംഗതി മനസ്സിലായല്ലോ. വതമക്കനൂ മിനൽ ഇൽമി ബിഹാ, ആ ഹഖീഖത്ത് കൊണ്ട് അവർ എന്താക്കി, അറിയൽ കൊണ്ട് തമക്കുനായിട്ടുണ്ട്, ആഴത്തിനനുസരിച്ച് അറിയും. ബിൽ ഹുജജി, തെളിവ് കൊണ്ട്, ഹജ്ജത്ത്, വൽ ആയാത്തിൽ ബാഹിറ, നിഷേധിക്കാൻ കഴിയാത്ത ആയാത്തുകളെ കൊണ്ടും. അപ്പം ചോദിക്കും, എന്തിനാണ് അറിഞ്ഞും കൊണ്ടെങ്കിൽ ഇഖ്തിലാഫ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് ചില താല്പര്യങ്ങളുണ്ട്. ബഗിയം ബൈനഹും, ഒന്ന് അവരുടെ ഇടയിലെ ബഗിയം. എന്താ ബഗി? ഹസദൻ, ഹസദൻ. കായിനം ബൈനഹും, അതിനാ ബഗിയൻ എന്നുള്ളതിൻ്റെ ഇടയ്ക്ക് ബൈനഹം എന്ന് കൂട്ടിക്കൊടുത്തില്ലേ, ആ ബൈനഹം എന്നുള്ളത് ബഗിയന് സിഫത്താണ്. സിഫത്ത് ജോയിന്റ് ആക്കണമെങ്കിൽ കായിനെന്ന് കൂട്ടിക്കൊടുക്കണം. കായിനം ബൈനഹും, അതായത് ഒരു ലെറുപ്പ് വന്നു കഴിഞ്ഞാൽ എന്താക്കണം, അതിനെ മുമ്പെന്തെങ്കിലും കൂട്ടിയിട്ട് വേണം കണക്ഷൻ കൊടുക്കാൻ. കായിനം ബൈനഹും. മാത്രമല്ല തലബരിയാസ, മറ്റുള്ള ആളെ അടക്കി ഭരിക്കാനും നേതൃത്വത്തിനെ തേടിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും അല്ലേ. വഹുവ, ഈ വാക്ക് തശ്നീഉൻ ഇസ്റ തശ്നീഇൻ, അവരെ കുറ്റപ്പെടുത്തി പറയലിന് ശേഷം വീണ്ടും കുറ്റപ്പെടുത്തലാണ്. ഒന്ന് ഇഖ്തിലാഫായി എന്ന് പറഞ്ഞു, അതും അറിവ് കിട്ടിയതിന് ശേഷം. രണ്ടാമത്തത് ഇവർ അസൂയക്കാരാണ് എന്താക്കുന്നു കാരണം. അപ്പൊ കാര്യകാരണ സഹിതം, ഒരു കാരണത്താൽ ഉണ്ടാകുന്ന ഇതിനാണ് കാര്യം എന്ന് പറഞ്ഞാൽ, കാര്യകാരണം എന്നല്ലേ, സബബു സബബു. അപ്പോൾ ഇൽമും ബയ്യിനത്തും വന്നിട്ടുണ്ട്, അതിനുശേഷം ഇഖ്തിലാഫാകാൻ പാടില്ലായിരുന്നു. അത് വറ പേരുള്ളൊരു കുറ്റം. അത് തന്നെ കാരണം എന്താണ്? അസൂയയാണ് ഇത് പ്രേരിപ്പിച്ചത്, ഹക്ക് കൈവടിയാൽ. എന്നിട്ട് പറയുന്നു, വമൻ യക്ഫുർ ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ആയാത്ത് കൊണ്ട് ആര് കളവാക്കിയോ ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അതിന്റെ ജവാബാണ് ഏതായത്ത്? അന്നാതിഖത്ത് ബിഅന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീന് ഇസ്ലാം മാത്രമാണ് എന്ന് പറഞ്ഞിരുന്ന ആയാത്ത്. ബാക്കി ആയാത്ത് അവിടത്തേക്കല്ല ചർച്ച. അത് തന്നെ ഇപ്പോൾ വലം അമൽ ബി മുക്തദാഹിന്റെ ആയത്തിന്റെ മുക്തദ അനുസരിച്ച് അമൽ ചെയ്തിട്ടുമില്ല. അപ്പം കളവായില്ലേ?
ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ് അവഞ്ഞ കുഫറിന്റെ ഉത്തരം. ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയാകുമോ? ഐ ഫഇന്നല്ലാഹ യുജാസിഹി വയുആഖിബുഹു, അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു കൊടുക്കും, ശിക്ഷയും കൊടുക്കും. അൻ ഖരീബിൻ, അടുത്ത് തന്നെ കൊടുക്കുമെന്നാണ് ഒരർത്ഥം. അല്ലെങ്കിൽ സരീഉൻ ഫീ മുഹാസബത്തി ജമീഇൽ ഖലായിഖി, മുഴുവൻ പടപ്പുകളെയും ഹിസാബ് എടുക്കുന്ന വിഷയത്തിൽ അള്ളാഹു തആല വേഗത്തിലാക്കുന്നവനാണ്, അതിന് കൂടുതൽ സമയമൊന്നും വേണ്ടയില്ല. അത് മറ്റൊരർത്ഥം. അതാണ് ഔട്ടിട്ട്. എന്തുകൊണ്ട്? ലിഅന്നഹു യുഹാസിബുക്കും ഫീ അഖല്ല മിൻ ലംഹത്തിൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിനേക്കാൾ കുറഞ്ഞത് കൊണ്ട് ഹിസാബ് എടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അത് മറ്റൊരർത്ഥം. രണ്ടർത്ഥം കൊടുത്തു. ഇനി പുതിയത് പറയുന്നത്, തങ്ങളെത്ത് വന്നിട്ട് ഇങ്ങനെ തർക്കിക്കാൻ പറ്റും. തർക്കിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം എന്നാ. فإن حاجوك فقل أسلمت وجهي لله ومن اتبعني. അതാ ഉത്തരം എവിടെയായി? فإن حاجوك في كون الدين عند الله الإسلام, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീന് ഇസ്ലാമാണ് എന്ന വിഷയത്തിൽ ഓരിങ്ങനെ തർക്കിക്കും. എന്നാ തങ്ങളെന്താ പറയേണ്ടത്? ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹി വമൻ ഇത്തബഅനി എന്ന ആവശ്യമില്ല. ഞാനും എന്നെ ബിംബിച്ച ആളുകളും അല്ലാഹു സുബ്ഹാനഹു തആല കീഴ്പ്പെട്ടിരിക്കുന്നു, നമ്മൾ അത് ദീൻ സമ്മതിച്ചവരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്ക പണ്ടേക്ക് പോകാം, ഇതല്ലേ? അസ്ലംതു വജ്ഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഐ അഖ്ലസ്തു നഫ്സി വ ഖൽബി വ ജുംലതി, എൻ്റെ നഫ്സും എൻ്റെ കൽബും എൻ്റെ എല്ലാം എന്താക്കി. അതാ വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാ. വെറും ഈ മുഖം മാത്രമല്ല, ഞാനും എൻ്റെ കൽബും എൻ്റെ മനസ്സും എൻ്റെ ആകമാന സകലതും ലില്ലാഹ്, അല്ലാഹു തആലാക്ക് വേണ്ടി. അതാ വഹദഹു ലം അജ്അൽ ഫീഹാ ലിഗൈരിഹി ശിർകൻ, ആ വിഷയത്തിൽ അള്ളാഹുവിനോട് ഒരു ശിർക്കും ഞാൻ ചേർക്കുന്നില്ല. ആ കൂട്ടത്തിൽ ആരും എന്നെ ബിംബിച്ചിട്ടുണ്ട്. വമൻ ഇത്തബഅനി എന്നുണ്ടാവും അസില്ലേ. അല്ലാഹു ചില സ്ഥലത്ത് യാ കളയും. യാ കളയുമ്പോൾ സുകുന്നമുള്ള വഖഫ് വരിക. വമൻ ഇത്തബഅൻ എന്നെ, അഥവാ ഭിന്നമുള്ളാത്ത അസ്ലം തൂന്നമുണ്ട്. ഞാനും എന്നെ പിൻപറ്റിയ ആളൂന്നല്ലേ. തൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരു ഫയലുണ്ടല്ലോ അവിടെ. എന്നെ പിൻപറ്റിയ എൻ്റെ മുഅ്മിനീങ്ങളായ ഉമ്മത്തുകളും ആ വിഷയത്തിൽ അള്ളാഹ് തസ്ലീമാക്കിയിട്ടുണ്ട്. എന്നിട്ടോ വഖുല്ലില്ലദീന ഊതുൽ കിതാബ വൽ ഉമ്മീൻ, അതാ മൂത്തുൽ കിതാബിനോട് തങ്ങൾ പറയണം. അത് ഖാസ്. വൽ ഉമ്മീന എന്ന് പറഞ്ഞാൽ ആര്? കിതാബ് നൽകപ്പെടാത്ത ഉമ്മിയായ നിരക്ഷരരായ വെട്ടികളായവരും ഉണ്ടാവും. അവരോടൊക്കെ പറയുക. ആ മൂത്തുൽ കിതാബ് മിനൽ യഹൂദി വൻ നസാറ. ഉമ്മിയാരാണ്? അല്ലദീന ലാ കിതാബ ലഹും, അവർക്ക് കിതാബ് നൽകപ്പെട്ടിട്ടില്ല. മിൻ മുശ്രിക്കിൽ അറബ്, അറബിലെ മുശ്രിക്കുകൾ. അപ്പം എല്ലാവരോടും പറഞ്ഞായി എന്താ പറയേണ്ടത്? അസ്ലംതും എന്നൊരു ചോദ്യം, നിങ്ങൾ ഇസ്ലാം ആകുമോ? ഏതുപോലെ കമാ ഫഅലൽ മുഅ്മിനൂൻ, നേരത്തെ പറഞ്ഞില്ല, എൻ്റെ കൂടെ കുറെ മുഅ്മിനീങ്ങളുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുതൽ പല ആളുണ്ട്. അവരെ പോലെ നിങ്ങൾ ഇസ്ലാം ആകുമോ? എന്തുകൊണ്ട്? ഫഇന്നഹു ഖദ് അതാകും മിനൽ ബയ്യിനാത്ത്, തെളിവുകളാൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. മാ യൂജിബുഹു വയഖ്തദീഹി, ഇസ്ലാമാകലിനെ തേടുന്നതും നിർബന്ധമാക്കുന്നതുമായ കാര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അം അൻതും ബഅദു അലാ കുഫരിക്കും, അല്ല അതിന്റെ മുഖാബില. അസ്ലംത്തിന്റെ മുഖാബില എന്താണ്? ചായ വേണ കാപ്പി വേണം എന്ന് വെച്ചാൽ അതിന്റെ മുഖാബിലൊന്നും ഉണ്ടാവും. അല്ല നിങ്ങൾ പണ്ടേ കഴിഞ്ഞുകൂടുന്നത് പോലെ കുഫറിന്റെ മോൾ തന്നെ കഴിഞ്ഞുകൂടുകയാണോ? അതിനർത്ഥം അവർ ഉത്തരം തരല്ല, അസ്ലിമു എന്നാണ് അസ്ലുണ്ടായത്. നിങ്ങൾ ഇസ്ലാം ആകെയാണ് വേണ്ടത്. അതാ അബഹു ഇസ്തിഫഹാമുൻ അസ്ലംതും എന്നുള്ള ഇസ്തിഫഹാമാണെങ്കിലും ബിമാനൽ അംറിന്റെ മാനാക്കാണ് ഐ അസ്ലിമു എന്നുണ്ടാകും. ആവണം. അപ്പൊ എന്താക്കും? ഒന്നുകിൽ ഇസ്ലാം ആകും അല്ലെങ്കിൽ ആകൂല. ഫഇൻ അസ്ലമു ഫഖദ് ഇഹ്തദു, അവർ ഇസ്ലാം ആയി കഴിഞ്ഞാൽ അവർക്ക് ഹിദായത്ത് കിട്ടി. ഐ കമാ അസ്ലംതും വഅഖ്ലസ്തും, ഫഖദ് ഇഹ്തദു ഫാസു ബിൽ ഹദ്ദിൽ ഔഫർ, വലിയ ഒരു ഹദ് കൊണ്ട് അവർ വിജയിച്ചു. വനജൗ മിൻ മഹാബിൽ ദലാലിന്റെ പടുകുടിയിൽ നിന്നെന്താക്കി? അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇനി ഇല്ലേ വൈൻ തവല്ലൗ, ഓർ പിരിഞ്ഞു പോകുന്നു, നമുക്ക് ഇതൊന്നും വേണ്ട എന്നാ തങ്ങൾക്ക് യാതൊരു കോട്ടവും ഇല്ല, തങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കുന്നു.
തങ്ങൾക്ക് അതിനാക്ഷേപില്ല. അതാ വഇൻ തവല്ലൗ, അപ്പൊ രണ്ടാളൊന്നല്ലേ അവരുടെ പക്കൽ നിന്നുണ്ടാവുക. അവർ പിന്തിരിഞ്ഞു, ഇസ്ലാം, ഇസ്ലാമിനെ സ്വീകരിക്കുന്ന വിഷയത്തിലും തങ്ങൾ ഇത്തിബാ ചെയ്യുന്ന വിഷയത്തിലും അവർ പിന്തിരിഞ്ഞോ, എന്നാൽ തങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഫൈനമാലൈക്കൽ ബലാഗ്, സംഗതി എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തം മാത്രമേ തങ്ങളിലുള്ളൂ. അത് ഇവിടെ നിർവഹിച്ചിരിക്കും കേട്ടാ. അയെല്ലാം അവരവക്കൽ ഒരു ഉപദ്രവം തങ്ങൾക്ക് വരാനില്ല. ഇത് കാരണം മാ അലൈക ഇല്ലൽ ബലാഗ്, ബലാഗ് അല്ലാതെ തങ്ങളെ മേലിലില്ല. എന്താ ബലാഗ്? അത്തബ്ലീഗ് ബിർരിസാല, റിസാലത്തിലെത്തിക്കല്. ദൂനൽ ഹിദായ, ഹിദായത്ത് ഒഴികെ. എന്താ? ഏത് ഹിദായത്ത്? അവരെ മുസ്ലിമാക്കി മാറ്റുക എന്ന ഹിദായത്ത്. ഹിദായത്തിന് രണ്ടർത്ഥം പറഞ്ഞ് പണ്ടേ നമ്മൾ കേട്ട് വന്നതാണ്. ഒന്ന് വഴി പറഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കണ്ട, ആട്ടേക്ക് കൂട്ടിയിട്ട് എത്തിക്കുക. അപ്പൊ ഒന്നാമത് വഴി പറഞ്ഞു കൊടുക്കുക തബ്ലീഗുകൾ കൂടി നടന്നു. ഒരാളോട് ചോദിക്കുന്നു, അത് കണ്ണൂർ പോകേണ്ട വയ്യാടേന്ന് ചോദിച്ചാല് നേരെ നോക്കി നേരെ പോയിക്കോ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹിദായത്തില്. ഞാൻ എന്റെ ബെഗിൽ കയറിക്കോ, ഞാൻ അടക്കി ഇച്ചേരാന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഹിദായത്തില്. തങ്ങൾക്ക് ഏൽപ്പിച്ചത് ഏതാന്ന്? ഒന്നാമത്തെ ഹിദായത്താണ്. ഇസ്ലാം അവനോടുകൂടെ ഹിദായത്താവുള്ളൂ. എന്താ തങ്ങൾ ആ തബ്ലീഗ് നടത്തിയിട്ടുണ്ടല്ല. ഏറ്റവും സമ്പൂർണമായ രീതിയിൽ ഉണ്ടെങ്കിൽ തങ്ങൾ തബ്ലീഗ് നടത്തിയിട്ടുണ്ട്. روي أن رسول الله صلى الله عليه وسلم തങ്ങൾ لما قرأ هذه الآية على أهل الكتاب, അഹ്ലുൽ കിതാബിന്റെ മേലിൽ ഈ ആയത്ത് ഓതിക്കേൾപ്പിച്ചപ്പോൾ ഖാലു, അവർ പറഞ്ഞു അസ്ലംനാ എന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ ശിക്കെടുത്ത്. അപ്പൊ ഇസ്ലാം ശരിയായിനോന്ന് അറിയണ്ടേ? അപ്പൊ തങ്ങൾ ചോദ്യം. فقال صلى الله عليه وسلم യഹൂദികളോട്, അതശ്ഹദൂന അന്ന ഈസ കലിമത്തുല്ലാഹി വഅബ്ദുഹു വറസൂലുഹു. അതാരെന്ന്? ജൂതന്മാർ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന ആളാണ്. ഓരോട് ചോദിക്കണ്ടേ? അപ്പൊ അവരെന്താക്കി? തഫ്ലീത്ത് വരുത്തി ഈസാ അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനത്തിൽ. അള്ളാഹുവിന്റെ റസൂലും അബ്ദും റസൂലുമാണ് കലിമത്തുള്ള, നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? ഫഖാലു മഅദല്ലാഹ്, അത് പറയേ വേണ്ട. വഖാല ലിന്നസാറാക്കളോട് ചോദിച്ചു, അശ്ഹദൂന അന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ അബ്ദും റസൂലുമാണ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഓറാം ഭാഷയിൽ എന്താണ്? ഒരു കുറെ പൊന്നിച്ചാൽ അള്ളയായിപ്പോയി, അള്ളാഹിന്റെ മോനുമായിപ്പോയി. അപ്പോൾ ഇറങ്ങണം. ഫഖാലു മഅദല്ലാഹ്, അവരും പറഞ്ഞ പടച്ചോൻ കേൾക്കട്ടെ, ഒന്നും നമ്മൾ പറയൂല. അയ്യക്കൂന ഈസ അബ്ദ, ഈസ അബ്ദായി പോവും. ആരബ്ദ്? രണ്ടു കൂട്ടരും ഫൈൻ തവല്ലുപോയി. അവരെ ആശയത്തിന് പിൻവലിക്കാതെ കണ്ട് അസ്ലമൂന്ന് വെറുതെ പറഞ്ഞത്. അതാണ് വൈൻ തവല്ലോ. എന്നാൽ അള്ളാഹു തആല ഇബാദിനെ കൊണ്ട് കാണുന്നവന് എന്ന് പറഞ്ഞാൽ എന്തായി? അംഗീകരിച്ച ആളാര്, അംഗീകരിക്കാത്ത ആളാര്, വെറും അസ്ലമിനാന്ന് വായി കൊണ്ട് മാത്രം പറഞ്ഞ ആളാര്, തെറ്റായ ആശയം കൈവടിയാതെ പറഞ്ഞ ആളാര്, എല്ലാം അള്ളാഹ് കാണും. അതൊരു താക്കീതാണ്. ആലിമൻ ബിജമീഇ അഹ്വാലിഹിം, അവൻ വെറും ബസറല്ല, ഇൽമോട് കൂടിയുള്ള ആഴത്തിലുള്ള അറിവാണ് ബസീർ. വഹുവ വഅദുൻ വവഈദുൻ, അതിൽ വഅദുണ്ട് വഈദുണ്ട്. ആര്? ഫൈൻ അസ്ലമു എന്ന് പറഞ്ഞതിന് കൂലി കൊടുക്കണ്ടേ? അള്ളാഹ് കൊടുക്കുമല്ലോ. കൊടുക്കണം എന്ന് പറഞ്ഞാൽ മറ്റവർ പറഞ്ഞ മാതിരി മറ്റതിൽ പറഞ്ഞ പോലെ എല്ലാം ഇമാം പറയുന്നു. അള്ളാഹിന്റെ വയതനുസരിച്ച് കൂലിക്കാറാണ്. വൈൻ തവല്ലൗ എന്ന് പറഞ്ഞതിൽ വഈദുണ്ട്. രണ്ടിനും കൂടി ജവാബാണ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ശരിയില്ലേ? ഇനി ഇന്നല്ലദീന യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂന അന്നബിയ്യീന ബിഗൈരി ഹഖ് വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത് അനുബറം ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അള്ളാഹുവിന്റെ ആയാത്തുകളെ കൊണ്ട് കളവാക്കി. ഏതായത്ത്? എല്ലാ ആയാത്തും അല്ല. അന്നാത്തിഖത്തി ബിഹഖീഖത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹഖീഖത്ത് ഒളിവാക്കി തരുന്ന ആയത്തിനാണ് ഇവിടെ കളവാക്കി. പ്രശ്നം അവിടെ കിടക്കുന്നു. ഖബർ നുണിപ്പിക്കോ ഇല്ലയോ അതല്ല ഇവിടെ ചർച്ചാ വിഷയം. എന്നിട്ടോ നബിമാർ അവർ കൊല്ലും. ഒരു രണ്ടാമത്തെ തെറ്റ്, അവ രണ്ട് പങ്കുറ്റം വന്നു. അതും കൊല്ലുന്നാല നബിമാറാ. നബിമാറെ കൊല്ലാൻ വല്ല ഹക്കുണ്ടോ? എന്ത് വകയില കൊല്ലുക?
ബിഗൈരി ഹക്കിൻ. ആ കൊന്നത് എന്താന്ന് ഹക്കില്ലാതെ, എന്നുവെച്ചാൽ ഹക്കോട് കൂടി അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇനി വാക്യത്തിനൊപ്പിച്ച് പറഞ്ഞാൽ മഫ്ഹൂം ഉണ്ടാവില്ല. ഹക്കോട് കൂടി കൊല്ലം ചുറ്റുപാടില്ലല്ലോ. അപ്പൊ കൊന്നത് ഹക്കില്ലാണ്ടാണ് എന്ന് മൊത്തം സമ്മതിക്കലാണ്. ആരായി കൊന്നത്? ഹും അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബാ കൊന്നത്. ഖതലുൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ അവർ കൊന്നിട്ടുണ്ട്. വഖതലു അത്ബാഅഹും, അവർ അത്ബായികളെയും കൊന്നിട്ടുണ്ട്. ബിഗൈരി ഹഖ്ഖിൻ മിനൽ ഹുഖൂഖ്, കൊല്ലം ചെയ്യപ്പെടാനുള്ള ഒരു ഹക്കും അവർക്ക് പറയാനില്ല. മനസ്സിലായില്ലേ? ഇനിയോ ഒരു കൊല വേറെ. വയഖ്തുലൂന അല്ലദീന യഅ്മുനൂന ബിൽ ഖിസ്തി, നീതി കൊണ്ടും അതിൽ കൊണ്ടും കൽപ്പിക്കുന്ന ചില ആളുകളെയും അവർ കൊന്നിട്ടുണ്ട്. അത് ആമ്മായി. ആദ്യം നബിമാരെ കൊന്ന് ആമ്മാണ്. ബിൽ അദ്ലി മിനന്നാസി, മൂന്നും വിട്ടുവരാമേ. വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസി, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് നീതി കൽപ്പിക്കുന്ന ആളുകളെയും അവർ കൊല്ലും. കണ്ടാ? അൻ അബീ ഉബൈദത്ത് ബിനുൽ ജർറാഹി റളിയല്ലാഹു അൻഹു, ആരാണ്? അശ്റത്തുൽ മുബശ്ശിരീൻപ്പെട്ട ബദ്രീങ്ങളായ സഹാബിയായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും ശക്തമായ അദാബുള്ള ആളുകൾ ആരാണ് ചോദിച്ചപ്പം പറഞ്ഞു, ഖാല റജുലുൻ ഖതല നബിയ്യൻ, നബിനെ കൊന്ന ഒരു വ്യക്തിയാണ്. കാരണം കൊല്ലപ്പെട്ട ആള് ആരാന്ന് ഇപ്പൊ ചിന്തിക്കും. ആ റജുലൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു റജുലിനെ കൊന്ന് അമറ ബി മഅറൂഫിൻ ഔ നഹാ മുൻകരിൻ, ഒരു റജുലിനെ, ഇങ്ങനത്തെ റജുലി മഅറൂഫായ കാര്യം കൽപ്പിച്ചു അല്ലെങ്കിൽ മുൻകറായ കാര്യം വിരോധിച്ച ഒരാളെന്താക്കി കൊന്നു. അപ്പൊ അമ്പകയിൽ കൊന്നിട്ടില്ലെങ്കിൽ പണിന്ന് വിരിച്ചുവിടുകയും മറ്റേ പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന കൊമ്മട്ടിയെ ഇക്കൂട്ടത്തിൽപ്പെടും. എന്നിട്ടെന്താക്കി അറിയോ? ഈ ആയത്ത തങ്ങൾ ഓതി കേൾപ്പിച്ചത് നമുക്ക്. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂന അന്നബിയ്യീന ബിഗൈരി ഹഖ് വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽഖിസ്തി മിനന്നാസ്. ثم قال يا أبا عبيدة, അബൂ ഉബൈദ, ഖതലത്ത് ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലുകാർ കൊന്നിട്ടുണ്ട്. 43 നബിയൻ, 43 നബിമാരെ കൊന്നിട്ടുണ്ട്. കുറച്ചൊന്നല്ല. എപ്പം? മിൻ അവ്വലിൻ നഹാർ, പകൽ സമയത്ത്, തുടക്കത്തിൽ, ഫീ സഅത്തിൻ വാഹിദ, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് 43 അമ്പിയാക്കളെയാണ് അവർ കൊന്നത്. അപ്പം ഫഖാമ 112 റജുലൻ, അപ്പൊ അമ്പിയാക്കൾക്ക് പകരം നിൽക്കണ്ടേ? 112 റജുലി മിനൽ ഉബ്ബാദി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ ആബിദീങ്ങളായ 112 ആളുകൾ രംഗത്ത് വന്ന് ഫഅമറു, അവർ കൽപ്പിച്ചു, ഖതലതഹും, അവരെ ഈ കൊന്ന ഘാതകന്മാരുണ്ടല്ലോ, ഖതലത്ത് ഖാതിലിന്റെ ജമ്മ, അവരോട് കൽപ്പിച്ച് ബിൽ മഅറൂഫ്, മഅറൂഫ് കൊണ്ട് കൽപ്പിച്ചു, നിങ്ങൾ കൊല ചെയ്യാൻ പാടില്ല, തെറ്റാന്ന് പറഞ്ഞിട്ട്. വനഹൗഹും അനിൽ മുൻകർ, ചീത്തയായ കാര്യത്തിന് വിരോധിക്കുകയും ചെയ്തു. മനസ്സിലാകുന്നില്ല? കൊല ചെയ്ത ബനു ഇസ്രായേലിലെ ഖതലത്തിനെ മഅറൂഫ് കൊണ്ട് കൽപ്പിച്ചു, മുൻകറിനെ കൊണ്ട് വിരോധിക്കുകയും ചെയ്തു. ഫഖതലൂ ജമിയ, ആ 112 ആളെയും കൊന്ന് മിൻ ആഖിരിൻ നഹാർ, പകലിന്റെ അവസാന ഭാഗത്ത്. അപ്പൊ 2 ഭാഗമില്ലേ? യഖ്തുലൂന നബിയ്യന ബിഗൈരി ഹഖ്, രാവിലെ നിർവഹിച്ചു. വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്, വൈകുന്നേരം നിർവഹിച്ചു. ഈ നബിമാരെ കൊന്ന ജൂതന്മാർക്കെല്ലാം പങ്കുണ്ടാവുള്ളൂ, നസാറാക്കളെ വരില്ല. നസാറാക്കളെ പറഞ്ഞിട്ടൊന്നുമില്ല. ആമായ കാനൂൻ അമ്മല്ലേ ഇത്? അവിടുത്തെ ജൂതന്മാർക്കാണ് ഇറങ്ങിയെന്ന് വരെ പഠിച്ച ജാഹിലിനെ പറയാൻ കഴിയുള്ളൂ. പണ്ടൊരായത്ത് പറഞ്ഞപ്പം പറഞ്ഞത് മക്കത്ത് ഇറങ്ങിയതാന്ന്, നമുക്ക് വാതകല്ല, കേരളക്കാർക്ക് വാതകല്ല, അങ്ങനത്തെ പഠിച്ച ജാഹിലുണ്ട്. അപ്പം സബബുൻ നുസൂലിന്റെ ഖുസൂസ് നോക്കൂല, അതിലുള്ള ഹുക്മേ നോക്കുള്ളൂ. അവർക്ക് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ അദാബ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. സാധാരണ സന്തോഷ വാർത്ത അറിയിക്കല് അദാബ് കൊണ്ടാ, അത് പറയുന്ന ഐ വജീഉൻ ദായിമുൻ, ഇതിന്റെ അർത്ഥം അലീമിന്റെ മാനിയാണ്, ഏറ്റവും നിലനിൽക്കുന്നതും വേദനാജനകവുമായ അദാബ്. ജഅല ലഹും, അവർക്കാക്കി ബദലൽ ബിശാറത്തി,
ബിഷാറത്തിന്റെ പകരം തഹക്കുമിൽ ഒരു കളിയാക്കി പറയില്ല, സന്തോഷമാണ് തഹക്കുമിനോട് പകരം കൊടുക്കുക. അതുപോലെ കൗലിൽ കായിലി ഒരു പാട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, തഹിയ്യത്തു ബൈനിഹിം ലറബും വജീഊൻ, അവരുടെ ഇടയിലുള്ള തഹിയ്യത്ത് ചൂടുള്ള അടി കൊടുക്കലാണ്. അടി എങ്ങനെ തഹിയ്യത്താകുന്നു? തഹിയ്യത്തു ബൈനിഹിം ലറബും വജീഊൻ, അതൊരു കവി പറഞ്ഞതാണ് എന്ന് പറഞ്ഞവർ അവിടെ ഉണ്ടാക്കി ഈ തഹിയ്യത്തിന് അടിന തഹിയ്യത്താക്കി. അതേപ്പോ ചൂരൽ പ്രഹലാദി കഷായം കുടിക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെ, ചൂരൽ കൊണ്ടുള്ള അടിയാന്ന് കഷായം. പിന്നെയോ മറ്റൊന്ന് ഇവർക്ക് അദാബുൻ അലീമുണ്ട്. മറ്റൊന്ന് ഇവർ എന്ത് പണി ചെയ്താലും അതൊക്കെ സ്വീകരിക്കില്ല, അമലെല്ലാം പൊളിഞ്ഞെന്ന് പറയും. أولئك الذين حبطت أعمالهم في الدنيا والآخرة, അവരുടെ അഅ്മാലുകൾ മുഴുവനും പൊളിഞ്ഞിട്ടുണ്ട്, ദുനിയാവിലും പൊളിഞ്ഞിട്ടുണ്ട്, ആഖിറത്തിലും പൊളിഞ്ഞിട്ടുണ്ട്. ഉലൈക എന്ന് പറഞ്ഞാൽ അൽ മുത്തസിഫൂന ബിതിൽക സിഫാത്തിൽ ഖബീഹത്തി, മുമ്പ് പറഞ്ഞത് ഒന്ന് കുഫറും ബി ആയാത്തില്ലാഹി, രണ്ട് ഖതുലുൻ നബിയ്യന, മൂന്ന് ഖതുലുൽ ആമിറൂന ബിൽ മഅറൂഫ്, വറ കൊന്ന അക്കൂട്ടർ ഹബിതത അഅമാലുഹും ഐ ബതലത അഅമാലുഹും മിനൽ ബിർരി വൽ ഹസനാത്ത്, എന്ത് ബിർറ് ചെയ്താലും എന്ത് ഹസനാത്ത് ചെയ്താലും അതിനെ പൊളിഞ്ഞു. വലം യബ്ക ലഹാ അസ്റുൻ ഫിദ്ദാറൈൻ, അപ്പോൾ ഈ ദുനിയ വൽ ആഖിറ എന്ന് പറയുമ്പോൾ രണ്ട് വീട്ടിലായല്ലോ. വമാ ലഹും മിൻ നാസിരീൻ, നസ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉപദ്രവം തടുക്കലാണ് നസ്റ. അപ്പൊ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് വരുന്ന അദാബിനെ തടുക്കാൻ ഒരാളും അവർക്കില്ല. യൻസുറൂനഹും മിൻ ബഅസില്ലാഹി വഅദാബിഹി. അല്ലാ വഫിൽ ആയത്തി, ഈ ആയത്തിലുള്ളുണ്ട് ദമ്മുൽ ലിമൻ ഖതലൽ ആമിനീന ബിൽ മഅറൂഫി വന്നാഹീന അനിൽ മുൻകർ, മഅറൂഫായ കാര്യം കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ചീത്തയായ കാര്യം വിരോധിക്കുകയോ ചെയ്ത ഒരാളെ കൊന്നാലുണ്ടാകുന്ന വലിയ ആക്ഷേപാർഹമായ തെറ്റ് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. കൊല്ലൽ എന്ന് പറഞ്ഞാൽ ഓരോ പല ജാതി കൊല്ലലുണ്ട്, കൊല്ലാക്കൊലയുണ്ടല്ലോ. അപ്പൊ ഫബീസൽ ഖൗമു, ഒരു കൗമു ചീത്ത, അത് അടുത്ത കമ്മിറ്റി ആയാലും തിരക്കില്ല. ഖൗമുൻ യഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ മഅറൂഫ്, മഅറൂഫായ കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നവരെ കൊല്ലുന്നൊരു കൗമ് ഏറ്റവും ബടക്കായ കൗമ്. പിന്നെ വബിഇസൽ ഖൗമു ഖൗമുൻ ലാ യഖൂമൂന ബിൽ ഖിസ്ത് ബൈനൻ നാസ്, ജനങ്ങളുടെ ഇടയിൽ നീതി കൊണ്ട് നിലനിൽക്കാത്ത ഒരു കൗമും ഏറ്റവും ചീത്തയായ കൗമ്. കണ്ടാ, ഇനി പറയട്ടെ, വലാ യസ്ഖുതുൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി അബദൻ, അംറും ബിൽ മഅറൂഫും നഹ്യൻ അനിൽ മുൻകറും ഒഴിഞ്ഞ കാലമേ ഉണ്ടാവൂല. അമ്പിയാക്കൾ പോയി എന്ന് വെച്ചിട്ട് ഈ ഉത്തരവാദിത്തം അവിടെ ബാക്കിയുണ്ട്. അമ്പിയാക്കളില്ലെങ്കിലും അവരുടെ ഡ്യൂട്ടി ബാക്കിയുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വലാകിന്നഹു, പക്ഷെങ്കിലും ലാ യൻഫഉ, ഉപകാരത്തിനെത്തൂല. അൽ വഅദു വസ്സജ്റു ഫി ആഖിറിസ് സമാൻ, ആഖിറു സമാനിൽ ഇതിനെപ്പറ്റി പേടിപ്പിച്ചറിയിച്ചാലോ വാത് പറഞ്ഞാലോ ആരെ കൽബിൽ യേശൂല. മുലർക്ക നീക്ക് പിടിക്കുന്നില്ലെങ്കിൽ പോയിക്കോ എന്നാ പറഞ്ഞ. നാളെ മുതൽ ചോറ്റിനയക്കണ്ട, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വെച്ചോ, നിങ്ങൾക്ക് നിൽക്കണമെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് വെച്ച് ചോറ് തരൂല. നിങ്ങൾക്ക് 1000 രൂപ ശമ്പളം ഉണ്ട്, അത് 500 ആക്കി ചുരുക്കിയിരിക്കുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ ഇന്നത്തെ നിർത്തിയ മുതൽ നിങ്ങളുടെ സേവനം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ആഖിർ സമാനിൽ വാദോ സജ്റോ ഒന്നും ഇവിടെ ഫലം ചെയ്യൂല. എപ്പോൾ ഈ നതഷ്ദദ്ദുൽ ഖുലൂബ് ഖസാവതൻ, ഖൽബുകൾ ഖസാവത്താൽ കാഠിന്യമേറിയിരിക്കുന്നു. വതകൂനുൽ അൻഫുസു, നഫ്സുകളായി മാറിയിരിക്കുന്നു. മൂലഅതൻ ബിലദ്ദാത്തി ദുനിയ, ദുനിയാവിന്റെ ലദ്ദത്ത് കൊണ്ട് അലിഞ്ഞു ചേർന്ന് പൂണ്ട് പിടിച്ച നഫ്സുകളുമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് എന്ന് പറഞ്ഞാലോ ഒന്നും നേശൂല. പൂർവ്വകാലത്തത് പലിശനോ ഇല്ലയെന്ന് കാണിക്കാനാ പറഞ്ഞു. ഹാറൂൻ റഷീദ് അവരോട് ഒരു യഹൂദി പറഞ്ഞ് ഫീ സൈരിഹി മഅസ്കരിഹി, ആരോട്? ഹാറൂൻ റഷീദ് സൈന്യത്തിനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിനോട് ആര് പറഞ്ഞ്? ഒരു യഹൂദിയാ പറയും, ഇത്തക്കില്ല, അള്ളാഹനെ പേടിക്കണേന്ന് പറഞ്ഞാൽ ആര്? യഹൂദിയെ. ഹാറൂൻ റഷീദിനോടാ പറയുന്നത്. ഫലമ്മ സമയ ഹാറൂനുർ റഷീദ് കൗലൽ യഹൂദിനെ വാക്ക് കേട്ടപ്പോൾ എന്തായി? നസലാം ഫറസി, കുതിരപ്പം താഴെ ഇറങ്ങിക്കളഞ്ഞു. അത്രത്തോളം പറഞ്ഞാൽ ആരും ഇവിടെ നോട്ടയില്ല. ഇത്തക്കില്ലാഹെന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടാ?
എന്നിട്ടോ വക്കതൽ അസ്കറു നസലു, പട്ടാളക്കാരും കുതിരപ്പുറത്തും താഴെ ഇറങ്ങി തഅലീമൻ ആദരിച്ച് ലിസ്മില്ലാഹിൽ അദീം ഇത്തഖില്ലാഹ എന്നൊരു അല്ലാഹുവിന്റെ പേരുണ്ടല്ലോ, അതിനെ തഅലീമാക്കിക്കൊണ്ട് എന്താക്കി ഇറങ്ങിക്കളഞ്ഞു. കണ്ടാ? അപ്പൊ ഹാറൂൻ റഷീദിന്റെ അജാതബും അള്ളാഹിനെ പറ്റിയുള്ള പേടിയുമാണ് ഈ പറഞ്ഞു വന്നത്. ആ ഇനി വമിൻ അക്ബരിൽ ദുനൂബി, ദോഷങ്ങളിൽപ്പെട്ട വങ്കുറ്റങ്ങളിൽപ്പെട്ടതാണ് അയ്യഖൂല റജുലു ലി അഖീഹി, ഒരു റജുല് അഖിനോട് പറയുന്നു ഇത്തഖില്ലാഹ. ആ ബെൽറ്റയ്ക്ക് കൊണ്ട് പിടിച്ചാൽ ഞാനാ പഠിപ്പിക്കാൻ നയിച്ചാൽ എന്താക്കി യഥാർത്ഥത്തിൽ ഒരു സുന്നത്ത് ഒഴിവാക്കിയതാണെങ്കിലും ഈ തിരിച്ചടി കാരണത്താൽ എന്തായി വങ്കുറ്റായി മാറി, ചിലപ്പോൾ കുഫറും വരും. അത് ഹയ്യലത, ചെറുകുറ്റമാണെങ്കിലും നിസ്സാരമാണെങ്കിലും വങ്കുറ്റമായി മാറുന്ന കോലങ്ങൾ കുഫരത്തിലേക്ക് എത്തുന്ന 15ഓളം കോലം പറഞ്ഞിട്ടുണ്ട്. ഇത്തഖില്ലാഹ് ഫയഖൂലു ഫീ ജവാബിഹി, അതിന്റെ ജവാബി അലൈക നഫ്സക, നീ നിന്റെ കാര്യം നോക്കിയാൽ അന്നാ നോക്കണ്ട. അന്ത തഅ്മുറുനി ബിഹാദ, നീ ആരാ എന്നോട് കൽപ്പിക്കാൻ, ഞാനാ എന്നോട് കൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അക്ബർ ദുനൂബായി, കബായിറു ദുനൂബായി. അവനൊരു കണ്ട് തോബ ചെയ്യില്ലല്ലോ, കാരണം ചെയ്യുന്നത് ന്യായീകരിച്ചു കളഞ്ഞു. അതാണ് തീർന്നേ. ഇനി പുതിയൊരു വിഷയം. അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യുദ്ഔന ഇലാ കിതാബില്ലാഹി ലിയഹ്കുമ ബൈനഹും ثم يتولى فريق منهم وهم معرضون. അലം തറ, തങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞാല് അറിയുന്നില്ലേ എന്നർത്ഥത്തിലാണ്. താജീബുൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അജബ് പറയണം. മിൻ ഹാലി അഹ്ലുൽ കിതാബി, അഹ്ലുൽ കിതാബിന്റെ ഹാലിനെ കുറിച്ചും വസൂഇ സ്വനീഇഹിം, അവരുടെ തെറ്റായ പ്രവർത്തനങ്ങളെ കുറിച്ചും എന്താക്കുന്നുണ്ട് തങ്ങളോട് താജീബ്. എന്താ? ഇതല്ലദീന, ഒരു കൂട്ടരെ കൊള്ള ഊതൂ നസീബൻ, അവർക്ക് നസീബ് നൽകപ്പെട്ടിട്ടുണ്ട് മിനൽ കിതാബ്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്. ഏതാ കിതാബ്? തൗറാത്ത്. തൗറാത്തിൽ നിന്ന് വലിയൊരു ഒരു സൗഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയാം തൗറാത്ത് അനുസരിച്ച് നമുക്കൊരു വിധി തീരുമാനിക്കാന്ന് പറയുമ്പോൾ അത് വേണ്ട, അപ്പം അത് വേണ്ട. പിന്നീടാ എന്നിട്ടോ യുദ്ഔന ഇലാ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ കിതാബിലേക്ക് വിളിക്കുന്നു. ഏത് കിതാബ്? അല്ലദീ ഊതൂ നസീബൻ മിൻഹു, ആ കിതാബിൽ നിന്നാണ് ഇവർക്ക് നസീബ് കിട്ടിയത്. അപ്പൊ അതായത് തൗറാത്ത്. അതാ വഹുവ തൗറാത്തു. എന്തിനാ വിളിച്ചത്? ലിയഹ്കുമ ദാലിക്കൽ കിതാബ് ബൈനഹും, ആ കിതാബ് അവരുടെ ഇടയിൽ തീരുമാനിക്കട്ടെ ഒരു ഹുക്മ്. അപ്പൊ കിതാബ് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ കിതാബ് അനുസരിച്ച് ഒരു ഹാക്കിമ് കിതാബെന്നെ സംസാരിക്കില്ലല്ലോ. അവരുടെ ഇടയിലുണ്ടായ പണക്കങ്ങളുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി തൗറാത്ത് അനുസരിച്ച് നമുക്ക് വിധിക്കാം എന്നാ പറഞ്ഞു വരുന്നത്. എന്നിട്ടോ സുമ്മയത്തവല്ല, അത് വേണ്ടെന്ന് പറയും. നമുക്ക് എന്തെന്ന് ഓടുന്നു പറഞ്ഞു. റൂബിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഖല മിദ്റാസുൽ യഹൂദ്, യഹൂദികൾ ഇങ്ങനെ സംഘടിച്ച് ഓരോ ക്ലാസ്സിൽ എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ചെന്നിട്ട് ഫദഅഹും മിനൽ ഈമാൻ, ഈമാനിലേക്ക് ക്ഷണിച്ചു. ഫഖാല ലഹു റഈസുഹും, അവരെ റഈസ് ഉണ്ട് നുഐമ ബിൻ അംർ എന്ന് പറഞ്ഞാള്. അലാ അയ്യ ദീനിൻ അന്ത, നിങ്ങൾ ഏത് ദീനുമല? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ മില്ലത്താന്ന് പറഞ്ഞു. ഫഖാല ഇന്ന ഇബ്രാഹിമ കാന യഹൂദി, ഇബ്രാഹിം യഹൂദിയായിരുന്നു, അപ്പം നമ്മൾ തന്നെയാണ് മില്ലത്ത്. മുമ്പത്തെ തങ്ങൾ നമ്മുടെ പാർട്ടിയിലെന്ന് പറഞ്ഞൊക്കെയാണ്. മുത്തക്കത്തി മുത്താഖന്റെ പാർട്ടിയിൽ എങ്ങനെ ഉണ്ടാകല്? ഇവർ പറഞ്ഞതിന്റെ എത്രയോ മുമ്പല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം കഴിഞ്ഞത്, അന്ന് യഹൂദി ഉണ്ടാ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ ഇന്ന ബൈനനാ വബൈനകും തൗറാ, നമ്മുടെ ഇടയിൽ ഒരു തൗറാത്ത് എന്ന് പറയുന്ന കിതാബുണ്ടല്ലോ, അതനുസരിച്ച് നമുക്കൊന്ന് തീരുമാനം എടുക്കാം. നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന കിതാബാണല്ലോ തൗറാത്ത്. അതുകൊണ്ട് ഫഹാത്തു, അത് കൊണ്ടുപോകാൻ നമുക്ക് ചോദിക്കാം ഇബ്രാഹിം നബി എന്താന്ന്. ഫാബോ ഓരോ കൂട്ടാക്കുന്നില്ല, അത് വേണ്ടെന്നാണ്. അഖറജഹു ഇബ്നു ജരീർ. അപ്പോൾ അള്ളാഹുവിന്റെ കിതാബിന്റെയൊക്കെ വിധികൽപ്പിക്കാൻ എന്ന് പറഞ്ഞതിൽ തങ്ങൾ ക്ഷണിച്ചപ്പോൾ വേണ്ട, അത് വേണ്ട. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടം എന്താക്കുന്നു? പിരിഞ്ഞു പോകുന്നു, പിന്തിരിയുന്നു.
അത് ഇസ്തിബാദുൽ റുജൂഇഹിം ബഅദ ഇൽമിഹിം ബിവുജൂബിർ റുജൂഇ ഇലാ ഹുക്മി, അള്ളാഹുവിൻ്റെ ഹുക്കുമിലേക്ക് മടങ്ങൽ വാജിബാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എന്താക്കി അവർ പിന്തിരിഞ്ഞു പോയി. ഇത് വളരെ അത്ഭുതകരമായ വിദൂരത്തായ ഒരു കാര്യമാണ്, അറിയായിട്ടല്ല. ഇതെന്താ എത്തരത്തിൽ പിരിഞ്ഞുപോയി? വഹും മുഅ്രിദൂൻ, അവർ ഇതിനെ അവഗണിച്ചു കൊണ്ടിട്ട്. അയതവല്ലൗന മിനൽ മജ്ലിസ് വഹും മുഅ്രിദൂന ബിൽ ഖുലൂബിഹിം, മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോയി കൽബ് കൊണ്ട് ഇറാദും ചെയ്തു. അപ്പം എന്തായി? ശരീരം കൊണ്ടും പിരിഞ്ഞു, മനസ്സ് കൊണ്ടും പിരിഞ്ഞു. ഒരു തഫ്സീറാണ്. എന്തിനാ യതവല്ലൗനാന്റെ കൂടെ വഹും മുഅ്രിദൂൻ എന്ന് കൈത് കൊടുത്തെന്തിരുന്നാ ചോദ്യം? യതവല്ല എന്ന് പറഞ്ഞാൽ തന്നെ പിരിഞ്ഞു പോയില്ലല്ലോ. അപ്പൊ വഹും മുഅ്രിദൂൻ രണ്ടാമത്തെ അർത്ഥം ഇത്റാദ്, ഐ വഹും ഖൗമുൻ ദൈദനുഹും ഇറാദു അനിൽ ഹഖ്, ഹക്കിനെ അവഗണിക്കലാണ് അവരുടെ പതിവ്. അങ്ങനെയുള്ള ഖൗം, അതാ മുഅ്രിദൂന്റെ അർത്ഥം കൊടുത്തത്. യതവല്ലൗന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹുക്മ് സ്വീകരിക്കാതെ അവഗണിച്ചിട്ട് പോകും. യതത്തിൽ വഹും, അവര് മുഅ്രിദൂന എന്ന് പറഞ്ഞാൽ ഖൗമുൻ ദൈദനുഹും ഇറാദു അനിൽ ഹഖ്, ഹക്കിനെ തൊട്ട് അവഗണനയാണ് അവരുടെ പതിവ്. ബാത്തിൽ തന്നെ ഉറച്ചിരിക്കലും. അപ്പൊ രണ്ടർത്ഥം പറഞ്ഞു. എന്ത് പറയുന്നു? ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات. ഇങ്ങനെയുള്ള അവഗണനയും മറ്റും ഓർക്ക് വരാൻ കാരണം എന്താണ്? ഓർക്ക് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. ഏതാനും ദിവസം മാത്രമേ നമ്മൾ നരകത്തിൽ കിടക്കുള്ളൂ, നമ്മൾ സ്വർഗത്തിന് ടിക്കറ്റ് നമ്മളെ കഴിയുമ്പോൾ തന്നെ ഉണ്ട്. പാർട്ടി ചേർന്നിട്ടുണ്ട്, അവരുടെ ടിക്കറ്റ് എന്താണ് കപ്പലിൽ വെക്കണമെന്ന് വരെ പറയും, മലൈക്കത്ത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തെറ്റായ ധാരണ അതിനുള്ളിലുണ്ട്. അതെ. ബാലിക്ക, ഈ തവല്ലി വല്ലേറാം, ഏതാ തവല്ലി? യതവല്ല എന്ന് പറഞ്ഞത്, വഹും മുഅ്രിദൂന എന്ന് പറഞ്ഞ ഏറാളും. അത് രണ്ടും സംഭവിച്ചത് ബിഅന്നഹും, ബിസബബി അന്നഹും, ഒരു കാരണത്തിന് വേണ്ടിയാണ്. ഖാലു ലൻ തമസ്സനൻ നാർ, നമ്മളെ നരകം തൊടുക പോലുമില്ല. ബിഖ്തിറാഫിൽ ദുനൂബ് റുകൂബിൽ മആസി, ദുനൂബും മആസികളും ചെയ്ത കാരണത്തിന് വേണ്ടിയിട്ട് നരകം നമ്മളെ കൂടുതൽ, അഥവാ ഉണ്ടെങ്കിൽ ഇല്ല അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ. പിന്നെ രക്ഷപ്പെടും. ഏത് എണ്ണപ്പെട്ട ദിവസം? 40 യൗമൻ, ഒരു 40 ദിവസം. എന്താ 40 ദിവസം? വഹിയ മുദ്ദത്തുൽ അയ്യാമില്ലത്തി അബദു ഫിഹൽ ഇജ്ല, മറ്റേ പശുവിനെ ആരാധിച്ചൊരു 40 ദിവസം ഉണ്ടല്ലോ, അത് കുട്ടിക്ക് വേണമെങ്കിൽ ആരാധിച്ച പശുവിനെ ആരാധിച്ച വകയിലല്ലല്ലോ. മൂസാ നബിൻ്റെയൊക്കെ നിങ്ങൾ പോയിക്കോ, നമ്മൾ ജബാലിങ്ങളോട് പടപെട്ട നമ്മളില്ലാന്നുണ്ടല്ലോ തീയിലുണ്ടായിരുന്നു. ഇത് തീയിലല്ല, ഇത് ഒട്ടകത്തിൽ പശുക്കുട്ടിനെ ആരാധിച്ചൊരു കാലം ഉണ്ടായിരുന്നു. സാബരി കാണിച്ചു കൊടുത്തപ്പോ ഒച്ചപ്പാടാക്കുന്നത് ഇത് ജമാഅത്തിനെ കിട്ടിയപ്പോ എന്താ ഇലാഹാക്കി. ഉലൂഹിയത്തിന് എന്താ ജമാഅത്തും മതി, പക്ഷെ ഒച്ച വേണം. അപ്പൊ മൊബൈൽ ഫോണൊക്കെ ഈ വിഷയത്തിൽ എന്താന്ന്? സാധനം ജമാഅത്തോ നബാത്തോ? എന്താ സാധനം? ജമാഅത്താണ്, പക്ഷെ ഒച്ച ഉണ്ടാവില്ല. നല്ല സംസാരിക്കൂലേ? എന്തെല്ലാം ഉണ്ട്, പാട്ടുണ്ട്, ഖുർആനോത്തുണ്ട്, ബാഗ് പറയും, എന്തെല്ലാം സംസാരങ്ങളാണ്. സംഘം ജമാഅത്താണെങ്കിലും. അപ്പൊ അവൂല കൊണ്ട് ഇലാഹാകണം. ഉലൂഹിയത്തിന് അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തൊരു കാരണം, വഗറഹും ഫീ ദീനിഹിം മാ കാനൂ യഫ്തറൂൻ, ഇവർ കെട്ടിച്ചമട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അവരുടെ ദീനിൽ ഇവരെ ചതിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദീനാണ്, ഇതെല്ലാം ഷാക്കാണെന്ന് മനസ്സിലാക്കിയത് ചതിപ്പെട്ട് മഗ്റൂരിങ്ങളായി. എന്താണിത്? മിൻ ഖൗലിഹിം ദാലിക, ഒന്നി പറഞ്ഞ വാക്ക്, വമാ അശ്ബഹഹു, അതിനോട് തുല്യമായ വേറെവാക്കുണ്ട്. മിൻ ഖൗലിഹിം ഇന്ന ആബാഅനൽ അംബിയാഉ, നമ്മളെ പിതാക്കന്മാർ അംബിയാക്കളാണ്. യശ്ഫഉ ലനാ, ഓർ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന ആളാണ്. ഔ ഇന്നല്ലാഹ തആല വഅദ യാഖൂബ, അല്ലെങ്കിൽ യാക്കൂബ് അലൈഹിസ്സലാം നമ്മളെ വലിയപ്പാപ്പയല്ലേ, അവരോട് വാദ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഔലാദഹു, അവരെ മക്കളെ ശിക്ഷിക്കൂല. ഇല്ല തഹിയ്യത്തുൽ ഖസം എന്നാണ്, കുറച്ച് ആ സത്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. വലിദാലിക, ഇതും വെച്ചിട്ട് എന്താക്കി, ഇർതകബു മർതകബു മിനൽ കബാഇരി, എന്തൊക്കെ തെറ്റുണ്ടോ അതൊക്കെ ചെയ്തതെല്ലാം ചെയ്ത് കൂട്ടിയത് ഈ കാരണത്തിലാണ്. ഒന്ന് നരകം തോണൂല, കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മക്കളാ നമ്മ ഓരോ നരകം എന്താ ശിക്ഷിക്കൂലെന്ന് അള്ളാഹ് പറഞ്ഞു എന്നുള്ള ഈ മഗ്റൂറിങ്ങളായി. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി കയ്യം കെട്ടി എന്താക്കും? മഹേശ്വരൻ നിർത്തും. അന്നേരം അവസ്ഥ കാണേണ്ടത്. അതാ
فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون فكيف എങ്ങനെ ഒരു അജബിന്റെ ചോദ്യം فكيف يصنعون وكيف يكون حالهم ഇവർ ഇതൊക്കെ പ്രവർത്തിക്കുന്നതും ഇവരുടെ ഹാലും എന്താ എപ്പോഴ് ഇതാ ജമഅനാഹും അവർ നാം ഒരുമിച്ച് കൂട്ടിയാൽ എവിടെ ലിയൗമിൻ ഒരു ദിവസത്തിന് വേണ്ടി ലാമ കൊടുക്കുന്നു ലാമ കൊടുക്കുന്ന അവസരം ഒരു ആവശ്യം കാണണം അതിനാണ് മൂപ്പർ കുട്ടിയിൽ ജസായി യൗമിൻ പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫീ പറഞ്ഞിരുന്ന ആ ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടിയാൽ അതിന്റെ ലർഫായി ലിയൗമിൻ എന്ന് പറയുമ്പോ ആ ദിവസത്തിന് വേണ്ടിയുള്ള ദിവസത്തിലുള്ള സംഭവത്തിന് വേണ്ടിയല്ലേ. അപ്പൊ എന്താക്കണം, നന്മ ചെയ്ത ആൾക്ക് നന്മ നിയമത്ത് കൊടുക്കണം, മറ്റവർക്ക് ശിക്ഷയും കൊടുക്കണം. അവല് ജസായി ജമീന് കുട്ടി കൊടുത്തു. എങ്ങനത്തെ ദിവസം ലാ റൈബ ഫീഹി, അതിൽ യാതൊരു റൈബുമില്ല ഫീ വുഖൂഇ, അത് സംഭവിക്കുമെന്ന് അങ്ങനെയുള്ള ദിവസമുണ്ട്. അവർ ഒരുമിച്ച് കൂട്ടി. എന്നിട്ടോ വവഫിയതു കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ നഫ്സിനും പൂർത്തിയാക്കി നൽകപ്പെട്ടു. മാ കസബത് എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചത് എന്നാ പറഞ്ഞു. പ്രവർത്തിച്ചതല്ലല്ലോ കൊടുക്കല്, പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമല്ലേ കൊടുക്കല്. അപ്പൊ എന്തായിന്നറിയോ, കോലി എന്നുള്ളത് എന്റെ സബബാണ്. മാ കസബത്ത് അവ മുസബ്ബബ് പറയേണ്ട സ്ഥലത്ത് സബബ് പറഞ്ഞു. മാ കസബത്ത് ജസാഅൻ മാ കസബത്ത്, അവർ പ്രവർത്തിച്ചതിന്റെ ജസാഅാണ് പൂർത്തിയാക്കി കൊടുത്തത്. മിൻ നഖസിൻ മിൻ ഗൈരി നഖസിൻ, ഒരു നഖസുമില്ലാതെ അത് വഫിയാന വായന പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ പിന്നെ കുറവില്ലല്ലോ അല്ലേ. എത്തരത്തിൽ അവർക്ക് ദുൽമ് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാലോ, പ്രതിഫലം കുറക്കുകയോ ചെയ്യാത്ത തെറ്റ് ചേർത്ത് വായിക്കുകയോ ഒന്നും ചെയ്യൂല. വഹും ഐ കുല്ലു നാസും ലാ യുദ്ലമുന ബിസിയാദത്തി അദാബിൻ, അദാബ് വർദ്ധിപ്പിച്ചിട്ടോ ഔ ബിനഖ്സി സവാബിൻ, അല്ല സവാബ് കുറച്ചിട്ടോ ഉണ്ടാക്കൂല. ഒരു തരത്തിലുള്ള ദുൽമും വരൂല. ചെയ്യാത്ത തെറ്റോ റെക്കാർഡില്ല, ഒരു ചെയ്ത ഹസനത്ത് റെക്കാർഡ് നഷ്ടപ്പെടലുമില്ല. ബൽ യുസീബു കുല്ലം മിൻഹും മിഖ്ദാറൻ മാ കസബഹു, അവർ പ്രവർത്തിച്ചതിന്റെ മിഖ്ദാർ എല്ലാവർക്കും കിട്ടും. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനഹു ലൈസ മിൻ ശൈനിഹിൽ അലീം, അല്ലാഹുവിന്റെ അലീമായ ശൈലിപ്പെട്ടതല്ല അൻ യളിമ ഇബാദഹു, അവന്റെ ഇബാദിനോട് ദുൽമ ചെയ്യൽ. വലു മിസ്കാല ദർറ, ഒരു അണുമണി തൂക്കം പോലും. ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറ, ഒരു അണുമണിന്റെ തൂക്കം പോലും അള്ളാഹനെ വെക്കുന്ന ദുൽമ വരൂല എന്നുള്ള അള്ളാഹിന്റെ ശൈലിപ്പെട്ടതാണ്. അതുകൊണ്ട് ഫഅലൽ ആഖിലി, ആഖിലിന്റെ ഗുണം അല്ലാ യഖതഅ റജാഅഹു മിനല്ലാഹ്, അള്ളാഹിന്റെ വക്കൽ നിന്ന് റജാ മുറിച്ചു കളയാൻ പാടില്ല. എന്ത് ചെറിയ നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയെങ്കിൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ വഇൻ കാനത് ദുനൂബുഹു മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലുള്ള നരണ്ടല്ലോ തിരമാലടിക്കുമുണ്ട്, അതിനനുസരിച്ച് ദോഷമായാലും. അതുകൊണ്ട് ഫല്ലാഹു തആല ഇൻദ ഹുസ്നിൽ ലന്നിൽ അബ്ദി ബിഹി, അല്ലാഹനെ കൊണ്ട് ഒരഅബ്ദ് ഹുസ്നുൽ ലന്നിന്റെ അല്ലാഹു ഉണ്ടാകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ അലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ശത്തുൻ ഇൻദൽ മൗത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ അഹ്ലുകാർക്ക് ഇല്ല, മൗത്തിന്റെ നേരത്ത് വഹശത്ത് അവർക്കില്ല. ഒരു സന്തോഷ വാർത്തയാണ്. വലാ ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിലും എന്തില്ല, വഹശത്തില്ല. വലാ ഫീ മൻശരിഹിം, അവരുടെ ഖബറിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ശേഖരിച്ചു നിർത്തൂലേ, അവിടെയുമില്ല, വഹശത്തില്ല. കഅന്നി ബിഅഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലുകാരെ ഞാൻ കാണുന്നത് പോലെ ഉണ്ട്. യംഫുലൂന തുറാബ അൻ റൂസിഹിം, അവരെ തലയിൽ നിന്ന് മണ്ണൽ ഇങ്ങനെ കൊട്ടുന്നു. വഹും യഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ എണീക്കുമ്പോൾ മണ്ണെല്ലാം കൊട്ടിക്കളയുന്നത് ഞാനിപ്പോൾ കാണും പോലെ ഉണ്ട് എന്ന്. അതുകൊണ്ട് ഫൽ വാജിബു അലാ മൻ കാന മുഅ്മിനൻ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ മേലിൽ വാജിബാണ് അൻ യഹ്മദല്ലാഹ അലാ മാ ഹദാ, അല്ലാഹു തആല ഹിദായത്തിലാക്കിയതിന് വേണ്ടി അല്ലാഹനെ സ്തുതിക്കണം, ഒരു മുഅ്മിനിന്റെ കടമയാണ്. മാത്രമല്ല വജഅലഹു മുസ്ലിമൻ മിനൽ ഉമ്മത്തി ശരീഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആദരിച്ച ഉമ്മത്തിലെ ഒരു മെമ്പറാക്കി മുസ്ലിമാക്കിയതും അത് മറ്റൊരു നിയമത്ത്. വലിദാ
ഖീല മിൻ അലാമാതി സൂഇൽ ആഖിബത്തി, സൂഉൽ ആഖിബത്തിന്റെ ആഖിബത്ത് മോശമാകുന്നതിന്റെ അലാമാത്തിൽ പെട്ടതാണ് അല്ലാ യുസ്കുറുൽ അബ്ദു അലാ മാ ഹദാ ബിഹി മിനൽ ഈമാനി വത്തൗഹീദ്, ഈമാനിനാലും തൗഹീദിനാലും അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തതിന്റെ പേരിൽ ശുക്രില്ല എന്ന് വന്നാൽ എന്തായി? സൂഉൽ ആഖിബത്തിന്റെ അലാമാത്തിൽ പെട്ടതാന്ന് മനസ്സിലാക്കും. ആണല്ലോ. قال الإمام الغزالي رضي الله عنه برد في منهاج العابدين മോദി കിതാബ് മുഖദ്ദിമാത്തു തൗബത്തി സലാസുൻ, അല്ലാഹുവിലേക്കുള്ള തൗബന്റെ മുഖദ്ദിമ 3 എണ്ണമുണ്ട് എന്ന്. ഒന്ന് ഇഹ്ദാഹുമാ, മൂന്നിൽ ഒന്ന്. ഇഹ്ദാഹാന്നല്ലേ കൊണ്ടു? മൂന്നല്ലേ? ദിക്റു ഗായത്തി ഖുബിഹി ദുനൂബി, ദോഷം എന്നുള്ളത് എത്രമാത്രം മോശമാണ് എന്നുള്ളതിനെ ഓർമ്മിക്കുക. കണ്ടാ? വസ്താനിയ, രണ്ടാമത്തേത് ദിക്റു ഗായത്തി ഉഖൂബത്തില്ലാഹി, അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഗായത്ത് ഓർമ്മിക്കുക. വഅലീമി സുഖ്തിഹി വഗളബിഹി, അവന്റെ വേദനാജനകമായ കോപത്തിനെ തൊട്ടും ഗളബിനെ തൊട്ടും അല്ലദീ ലാ താഖത ലക ബിഹി, അതിന് ഇവർക്ക് സഹിക്കാൻ കഴിയൂല. രണ്ടാമത്തേത്. മൂന്നാമത്തെ വസ്താലിസത്തു ദിക്റു ളുഅഫിക, നിന്റെ ളുഅഫ് നീ ഓർമ്മിക്കണം. വഖില്ലത്തി ഹീലതിക, നിന്റെ രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടല്ലോ അതെല്ലാം കളിയിലാണ്, നിന്റെ ഹീലത്തൊന്നും നടക്കൂല. എന്തുകൊണ്ട്? ഫഇന്നമൻ ലാ യഹ്തമിലു ഹർറ ശംസി, സൂര്യന്റെ വെയിൽ കൊള്ളാൻ സഹിക്കാത്തൊരു മനുഷ്യൻ, വലത്തമത്തി ഷുറത്തിനൊരു പോലീസുകാരൻ്റെ ഒരു അടി കൊള്ളാൻ സഹിക്കാത്തൊരു മനുഷ്യൻ, വഖർസി നംലത്തിൻ, അല്ലെങ്കിൽ ഉറുമ്പിന്റെ കടി കൊള്ളാൻ സഹിക്കാൻ സഹനമില്ലാത്തൊരു മനുഷ്യൻ, കൈഫ യഹ്തമിലു ഹർറ നാരി ജഹന്നം, നാറു ജഹന്നമിന്റെ ചൂട് എങ്ങനെ സഹിക്കുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തേലേക്ക് നോക്കി. വലർബി മഖാമി ഇസ്സബാനിയ, സബാനിയാക്കളുടെ ആ ആയുധങ്ങളെ കൊണ്ടുള്ള അടിയുണ്ടല്ലോ അതെങ്ങനെ സഹിക്കും. തട്ടുകുതിരകളെപ്പോലെ കഴുത്തുകളെപ്പോലെ വണ്ണമുള്ള പാമ്പിന്റെ കടി, നേരത്തെ കൊതുകടിക്കാൻ സഹിക്കാൻ കഴിയാത്ത ആളത് ഇത് തയ്യാറാകുന്നു. വാക്കാലിബക്കൽ ബിഗാലി, ഗോവർ കഴുതിനെ പോലെ തേളുകളുണ്ട്. അതെന്നെ കൊലിക്കത്തി മിനന്നാർ, നരകത്തിനാൽ പടക്കപ്പെട്ടതാണ്. എവിടെ? ഫീ ദാരിൽ ഗദബി വൽ ബവാർ. അപ്പം ഇതെല്ലാം ഓർമ്മിച്ചാൽ എന്താക്കും? തൗബ ചെയ്യലിലേക്ക് അവനെന്താക്കും? നയിച്ചോളൂ. المقدمات. نعوذ بالله من سخطه وعذابه آمين. ലേശമുണ്ട്, നമ്മൾ തുടങ്ങാനും വൈകിനി മടി കാട്ടുന്നില്ല. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളായി പറഞ്ഞു വരുന്നു. ഖുൽ, പറയണം. ആര്? തങ്ങളും പറയണം, എല്ലാവരും പറയണം അള്ളാഹുവിനോട്. അല്ലാഹുമ്മ, അള്ളാഹുവേ, മാലിക്കൽ മുൽക്ക്, എല്ലാ രാജാക്കന്മാരുടെയും എല്ലാ ഭരണകർത്താക്കളുടെയും മാലിക്കാണ് നീ. കണ്ട, ഈ അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ലുഹു യാ അല്ലാഹു എന്നാണ് അസ്ലി. എന്നിട്ടോ നിദാഹ് ഫൽ മീമു, അപ്പൊ യാന കളഞ്ഞിട്ട് അല്ലാഹുമ്മ എന്നതിന് ശേഷം മീമത. മീമ് ഇവദുൻ അൻ ഹുറൂഫ് ഹർഫി നിദാഹ്. ഹർഫി ഹർഫി എന്നില്ല, ഒരു ഹർഫ് പ്രിന്റിങ്ങിന് ആവർത്തനം. നിദാന്റെ ഹർഫില്ല, യാക്ക് പകരമാണ് എന്ത് കൊടുത്തത്? എന്നുള്ളത് ചെറുക്കിയത് കൊടുത്തത്. വലിദാലിക്ക്, അതുകൊണ്ട് ലാ യജ്തമിആനി, യാ കൊടുത്താൽ അല്ലാഹുമ്മ യാ അല്ലാഹുമ്മ എന്ന് പറയില്ല, ഏതെങ്കിലും ഒന്ന്. അതെ. വഹാദാ മിൻ ഖസായിസിൽ ഇസ്മുൽ ജലീൽ, ഇസ്മുൽ ജലാലത്തിന്റെ പ്രത്യേകതയാണ്. മറ്റുള്ളതിൽ യാ റഹ്മാനുമ്മ എന്ന് പറയൂല, യാന്ന് മാത്രം. മാലിക്കൽ മുൽക്കി എന്നുവെച്ചാലോ, യാ മാലിക്കൽ മുൽക്കി അലൽ ഇത്ലാഖ്, എല്ലാ രാജാക്കന്മാരുടെയും മേലിലുള്ള അലൽ ഇത്ലാഖ് രാജാവാരാണ് മാലിക്, അല്ലാഹു.
അത് മുൽക്കൻ ഹഖീഖിയൻ, അതാണ് ഹഖീഖിയായ മുൽക്ക്. മറ്റാളെ കയ്യിൽ നിന്ന് തൽക്കാലം കിട്ടിയെന്നേ ഉള്ളൂ. ബന്ധം പറഞ്ഞില്ലേ, ബസ്സിൽ കയറി എൻ്റെ സീറ്റ് എന്ന് പറയും, എനിക്കെന്താ അധികാരമുള്ളത്? അത്ര സമയം ഒരു ടിക്കറ്റ് എടുത്ത വകയിൽ തൽക്കാലം ഒന്ന് ചാൻസ് കിട്ടി. ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ സീറ്റ് കൊടുക്കൂല, വേറെ ആൾ കൊണ്ടുപോയെങ്കിൽ. മുൽക്കൻ ഹഖീഖിയൻ യതസറഫു ഫീഹി കൈഫമാ യശാ, അവന്റെ ഇഷ്ടം പോലെ അത് തസറുഫ് നടത്തും. ആ തസറുഫ് എന്താണ്? തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചാൽ എന്താക്കും? മുൽക്ക് കൊടുക്കും. എന്താ തശാഉല മഫ്ഊല് വേണ്ടേ? ഈതാഹു ഇയ്യാഹു, ആർക്ക് മുൽക്ക് കൊടുക്കണമെന്ന് നീ ഉദ്ദേശിച്ചോ അവർക്ക് മുൽക്ക് കൊടുക്കും. അതിന്റെ വശീയത്ത് പോലെയാണ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരുടെ വാക്കൽ നിന്ന് എന്താക്കും? മുൽക്കിനെ ദൂരീകരിക്കും. എന്തിന്റെ? മൻ തശാഉ, അവിടെയും വേണം മഫ്ഊല്. നസ്അഹു മിൻ, ആരുടെ വാക്കൽ നിന്ന് ഊരിയിട്ട് അവനെ പുറന്തള്ളണം എന്നുള്ളത് നീ തീരുമാനിക്കും. കണ്ടോ? വതുഇസ്സു മൻ തശാഉ, അതായത് നീ ഉദ്ദേശിച്ചവരെന്താക്കും? നീ ഇസ്സത്താക്കും. അൻ തുഇസ്സഹു ഫിദ്ദുനിയ, അതും മൻ തശാഉ മഫ്ഊലാണ്. അൻ തുഇസ്സഹു ഫിദ്ദുനിയ, ദുന്യാവിൽ ഒരാളെ ഇസ്സത്താക്കാൻ നീ തീരുമാനിച്ചാൽ നീ ആക്കും. എങ്ങനെ? ബിൻ നസ്രി വ തൗഫീഖ്, അതാണ് എന്നിന്റെ ഇസ്സത്തിന്റെ മാനദണ്ഡം, നസ്ർ തൗഫീഖ്. വതുദില്ലു മൻ തശാഉ, അവിടെ മഫ്ഊൽ വേണം. മൻ തശാഉ അൻ തുദില്ലഹു, ആരെയാണോ നീ ദലീലാക്കാൻ ഉദ്ദേശിച്ചത് അവരെ മിൻ ഗൈരി മുമാനഅത്തിൻ വലാ മുദാഫഅ, തടുക്കാനോ എതിർക്കാനോ ആരും ഇവിടെ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ആധികാരികമായ പ്രവർത്തനം. ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും നിന്റെ അധികാരത്തിൽ മാത്രം, നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കൈയല്ല, നിന്റെ അധികാരത്തിൽ. അതും ചോദിക്കും, ഖൈർ മാത്രമേ ഉള്ളൂ, മറുവശം ഉണ്ടല്ലോ? അല്ല, രണ്ടും ഇല്ലേ? ഖദറിൽ പറഞ്ഞെന്താണ്? രണ്ടുന്നല്ലേ? ആ, അപ്പൊ ഇവിടെ ഖൈർ മാത്രം പറഞ്ഞെന്താ? അത് അദബിന് വേണ്ടി. ഖൈറും അള്ളാന്റെ വക്കലാണ്, ഷർറും അള്ളാന്റെ വക്കലാണ്, രണ്ടും അള്ളാന്റെ വക്കലാണ്. 3 ഇബാറത്തിടല്ലോ. അപ്പൊ എന്താ? ഈ ഖൈർ മാത്രം എടുത്തു വെച്ച് മറ്റേത് മനസ്സിലായിക്കൂടാ. അതാ ബി ഖുദ്റതിക, ബി യദിക, ബി ഖുദ്റതികൽ ഖൈറു കുല്ലുഹു തതശറഫു ഫീഹി. അപ്പൊ അൽ ഖൈറിന്റെ അലിഫ് ലാം എന്താണ്? ഇസ്തിഗ്റാഖിന്റെ അലിഫ് ലാമാണ്. എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്. തതശറഫു ഫീഹി ഖബ്ളൻ വബസ്തൻ, ഖബ്ൾ എന്താണ്? പിടിച്ചു വെക്കല്, ബസ്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കല്. അപ്പൊ ഖൈർ എന്താക്കും? ചിലർക്ക് കൂടുതൽ കൊടുത്തുനിന്ന് വരും, ചിലർക്ക് എന്താക്കും? കൊടുക്കുന്നു വരും. ഹസ്ബമാ തഖ്തദീഹി മശീഅത്തുക, അതൊക്കെ നിന്റെ മശീഅത്തിന്റെ തേട്ടമനുസരിച്ചായിരിക്കും. അടുത്ത് വരുന്നത് വതഖ്സീസുൽ ഖൈർ ബിദ്ദിക്ർ, ഖൈർ മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വൈൻ കാനൽ കുല്ലു മിനല്ലാഹി തആല, എല്ലാം അള്ളാന്റെ വക്കെന്നാണ്. അത് ലി മുറാഅത്തിൽ അദബി, അള്ളാഹുവിന്റെ ഭാഗത്ത് അദബിനെ പരിഗണിച്ചുകൊണ്ടാണ് ഖൈർ പറഞ്ഞത്. അപ്പൊ ആകാശം പടച്ചതും അള്ളയാണ്, പാമ്പിനെയും തേളിനെയും പടച്ച അള്ളയാണ്. അതെന്താ പറയുന്നത്? ഖലഖ സമാവാതി എന്ന് പറയുന്നു. ഖലഖൽ ഹയ്യാത്തി, ഖലഖൽ മറ്റേ പാമ്പിനൊന്നും പറഞ്ഞില്ല, അത് അദബാണ്. അതുകൊണ്ടാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും നീ ഖദീറാണ്. എന്തൊക്കെ? മുൽക്ക് കൊടുക്കാനും മുൽക്ക് വാങ്ങാനും, ഇസ്സത്താക്കാനും ദലീലാക്കാനും. അതാണ് ഇത് മിനൽ ഇസാസി വൽ ഇദ്ലാൽ. ഇനി മറ്റൊന്ന്, അള്ളാഹുവിന്റെ മറ്റൊരു പ്രവർത്തനം, തൂലിജുൽ ലൈല ഫിൻ നഹാർ, പകലിൽ രാത്രിയെ എന്താക്കും? കയറ്റിക്കളയും. രാത്രി കയറ്റുമ്പോൾ എന്താക്കും? യൻഖുസുൽ അവ്വലു, പകൽ ചുരുങ്ങും. എപ്പോഴും 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയാ പണ്ടൊരാൾ ബാധിച്ചു. ആ ഗുറൂബിന്റെ ടൈം എന്നുണ്ട്, ടൈം ഉണ്ട് പോലും 6 മണിക്ക് ഒരിക്കലും 6 മണിക്ക് അസ്തമിക്കലും വന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, പകൽ ഏറിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് എന്താന്ന് നോക്കിയാട്ടെ, പകല് ഏറ്റവും രാത്രി. ഇന്നലെ 7:10 അവിടെ ബാങ്ക് കൊടുത്തത് മഗ്‌രിബ്, അത്ര നേരിയാണ്, അതിനപ്പുറം നീളാനില്ല. അത് ചുരുങ്ങി എന്താക്കും? 6:03 മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ഒരു മണിക്കൂറോളം ചുരുങ്ങി വന്ന സമയമുണ്ട്. ഉറങ്ങിയാലും തീരാത്ത സമയമുണ്ട്. ഇപ്പൊ എന്താക്കുന്നത്? ഇശാ കഴിയുമ്പോഴൊക്കെ എൻ്റെ 10 മണിയായി. എപ്പം 12 മണിക്കൂർ രാത്രി 12 മണിക്കൂർ പകലും എന്നുള്ള ധാരണ തെറ്റാണ്. ഇപ്പൊ ആരും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ കെട്ടിപ്പറഞ്ഞു അതാന്നല്ല ഉറൂബ് ടൈം, അങ്ങനെ ടൈമില്ല. എന്താക്കും? അസ്തമിക്കുന്നത് നോക്കിയിട്ട് സ്റ്റൂളും വെച്ചിട്ട് കയറിയിട്ട് ക്ലോക്ക് തിരിച്ചു വെക്കും. മുഖ്യരിക്കാക്ക് ദിവസം 12-3 മിനിറ്റ് ഇങ്ങനെ. കാരണം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ 57 മിനിറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ ഓരോ ദിവസം തിരിച്ചു വെക്കണ്ടേ? സ്റ്റൂളും വെച്ചിട്ട് മഗ്‌രിബ് തന്നെ വഴി. അസ്തമിക്കുന്നത് കൃത്യമായി ഇവിടെ കാണാൻ കഴിയുമോ?
ആ വെളിച്ചപ്പാട് വിട്ടിട്ടാണ് ഇപ്പൊ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് വന്നത്. സ്റ്റാൻഡേർഡ് ടൈം വെച്ചാൽ കാഫറായി പോകുന്നിട്ട് കഴിഞ്ഞ് ബലിക്ക് കറണ്ട് വെച്ചാൽ പണ്ട് നിലവിളൊക്കെ കത്തിച്ചാൽ കറണ്ട് വന്നാൽ കാഫറായി പോകുന്നിട്ട് കുഴപ്പമുണ്ടാക്കി. എന്തെല്ലോ പഴമകളെ മേലെ ഇങ്ങനെ കെട്ടിച്ചമക്കുക തന്നെ. കുറ്റടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് വണ്ടി എടുത്തിട്ട് പൊക്കാന്നല്ലോ, എന്നിട്ട് ഇങ്ങനെ തുള്ളലാന്ന് അളക്കുന്ന ആളെ വന്നിട്ട് ഇപ്പൊ അന്ന് നാടി വെച്ച് വന്നൊരു കുറിച്ചോട്ട് ഇത് ടാപ്പ്. അവന് പഴയ കാലത്ത് ഓലക്കൊടി പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടും കെട്ടി തീ കൊടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ട് പോക്കാം. ഇപ്പോൾ ടോർച്ചെന്നും പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ വന്നിട്ട് അതിനെ എതിർക്കണം അജിയാറെ. പഴയ കാലത്ത് മണ്ണെണ്ണ കത്തിച്ചിട്ട് പുക പിടിക്കല നട്ടത്തിനൊക്കെ. ഇപ്പൊ ഉണ്ട് തുടുമ്പം കത്തുന്ന സാധനം കത്തി, അതും എതിർക്കണം. പണ്ട് കാളവണ്ടിയിലും മറ്റൊക്കെ പോക്കാം. ഇപ്പൊ ഉണ്ട് ബസ് എന്നിട്ട് സാധനം, അതിനെ എതിർക്കണം. പണ്ട് പൊടിപാറല്ലാണ്, ഇപ്പം താറിട്ടിട്ട് കൊസിയാക്കിയിട്ടുണ്ട്, അതിനെ എതിർക്കണം. ആചാര വേറെ പണിയില്ലേ? ഇതെല്ലാം വിധേയത്വം നരകമൊന്നു. ഇങ്ങനെ എന്തെല്ലോ അന്ധകാരമുണ്ട്. സാമ്പാർ കുടിച്ച കാപ്പറയ്ക്ക് വന്നവരുണ്ടല്ലോ, കാരണം ഹിന്ദുക്കളാന്ന് മോഡലാന്ന് വെച്ചു. പോട്ട് തൂലിജുല്ലൈല ഫിന്നഹാർ, നഹാറിൽ രാത്തിനെ കയറ്റുമ്പോ എന്താ കയറ്റ അംശത്തിനനുസരിച്ചിട്ട് നഹാറ് ചുരുങ്ങും. കണ്ട അബ്ബലി സാനി. അപ്പൊ രാത്രി എന്താക്കും കൂടും, പിന്നെണ്ടാ ഹത്താ യസീറൻ നഹാറു, പകലായി മാറി 15 സാഅ. സാനി ഏതാന്ന് ഇവിടെ നോക്കടാ. അപ്പൊ ആ ഉത്തരം ഒരു പൊത്ത് വരുന്നുണ്ടാ. പകലെന്തായി എന്നറിയോ, 15 മണിക്കൂറാകുന്ന സമയമുണ്ട്, രാത്രി 9 ആവും. അത് ചില രാജ്യങ്ങളിൽ നഹാറിനെ കയറ്റി കൊടുക്കും രാത്രിയിൽ. അപ്പൊ രാത്രി നീളും. നഹാറു, പകല് ചുരുങ്ങുകയും ചെയ്യും. ഇതെല്ലാം അപ്പൊ ചുരുക്കത്തില് എന്തോ കൈഫ്യത്താവട്ടെ, രാത്രിയും പകലും ഏറ്റക്കുറച്ചിൽ വന്നോണ്ടിരിക്കുന്നുണ്ട് ഈ സൂര്യന്റെ ഈ ചലനത്തിനനുസരിച്ച്. അപ്പൊ എപ്പം രാത്രിയും പകലും സമയമല്ല. ഇനിയോ മറ്റൊന്ന്, മയ്യത്ത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ഹയ്യിനെ പുറപ്പെടുവിക്കുന്നത് കാണാം അല്ലേ? കോഴിമുട്ട ഇപ്പം നോക്കിയാൽ ഹയ്യ മയ്യത്ത നോക്കിയാൽ വെറും ജമാഅത്തിന്റെ ഹുക്കുമിലാണ്. പൊളിച്ചിട്ട് നോക്കിയാൽ വെള്ളയും കാമ്പല്ലാത്ത ഇറകോ ചിറകോ കാലും ഇത് നല്ല മുള്ളോ ഒന്നും കാണാനില്ല. കടക്കെ കലങ്ങിയിട്ട് വെള്ളുപോയി ആടെ എത്തിയിട്ടുണ്ടാവും. കോഴി മുട്ടയും കുളിച്ചിട്ട് പുറത്തു പോകുന്ന അവസരം എവിടുന്ന ചിറക് വന്നേ, എവിടുന്നാ ഈ വിരൽ വന്നത്, എവിടുന്ന ഈ നഖം വന്നത്, എവിടുന്ന ഈ കൂർത്ത കൊക്ക് വന്നത്, എവിടുന്ന കണ്ണ് വന്നത് പറഞ്ഞ. അപ്പൊ മയ്യത്തിൽ നിന്ന് ഹയ്യദാ പുറത്തു വരുന്നു. തുൽഹിറുൽ ഹയവാന, ഒന്ന് മയ്യത്തേതാ മിനൻ നുത്ഫ, നുത്ഫത്തിന് ഹയാത്തില്ല. അല്ലെങ്കിൽ അവി തൈറ മിനൽ ബൈദ, മുട്ടയിൽ നിന്ന് പക്ഷികൾ പുറത്തു വരുന്നു. അത് ഒരർത്ഥം. അത് ഹയ്യും മയ്യത്തും എന്നുള്ളത് അത് ഹിസ്സിയായി വെച്ച്. മറ്റൊന്ന് ഹയ്യ് എന്ന് പറഞ്ഞാൽ പഠിച്ച ആലിമ് എന്നും മയ്യത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത ശവം എന്നും അർത്ഥമുണ്ട് മാനവിയായിട്ട്. അങ്ങനെയാണെങ്കിൽ അവിൽ ആലിമ മിനൽ ജാഹിൽ, ജാഹിലിൽ നിന്ന് ആലിമിനെ പുറത്തെടുക്കുന്നു ഒരർത്ഥം. അല്ലെങ്കിൽ അവിൽ മുഅ്മിനിനെ പുറപ്പെടുവിക്കുന്നു മിനൽ കാഫിറിൽ നിന്ന്. കണ്ടാ, അവിൻ നബാത്ത് മിനൽ അർളിൽ യാബിസ, അല്ലെങ്കിൽ ഉണങ്ങിയ ഭൂമിക്ക് പറയും മയ്യത്ത്, അതിൽ നിന്നെന്താക്കും നല്ല നബാത്ത് ഇങ്ങനെ മുളച്ചു വരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഹയ്യ് മയ്യത്ത് എന്ന് ഏതെല്ലാം പ്രയോഗമുണ്ടോ അതെല്ലാം പറഞ്ഞു നോക്കുന്നില്ലേ. ഇനി നേരെ തിരിച്ചു വെക്ക്. ഹയ്യിൽ നിന്നെന്താക്കും മയ്യത്തിനെ പുറത്തെടുക്കും. ഇവിടെ എന്താക്കും, നിങ്ങൾ തിരിച്ചു വായിച്ചോ. നീ ഉദ്ദേശിച്ചാക്ക് ഹിസാബില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞു. ഈ ഹിസാബിന്റെ അർത്ഥം എന്താ? ബിഗൈരി അദദിൻ, ഒരു എണ്ണം വെക്കൂല, എണ്ണിക്കണക്കാക്കി ഇത്ര കൊടുത്തു. വഫീഹി ദലാലത്തുൻ, ഇബ്ദിൽ ഒരു അറിയിപ്പുണ്ട്, അലാ അന്ന മൻ ഖദറ അലാ അംസാലി ഹാതികൽ അഫാഇലിൽ ഇളാം, ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ള ഒരു റബ്ബ്. എന്തെല്ലാന്ന്? തൂത്തിൽ മുൽക്ക മന്തഷ ഉണ്ട്. എപ്പോ ഞാൻ റബ്ബാണെന്ന് പ്രഖ്യാപിച്ചോ അല്ല വെക്കുന്ന അധികാരം തിരിച്ചു വാങ്ങിയിട്ടോ അവനെ അരപ്പാളിയാക്കി. ഖത്തറിൽ പോയിട്ട് ഒളിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു.
കട്ടൻ്റെ ഉള്ളിൽ നിന്ന്. ഇന്നലെ വരെ ഞാൻ റബ്ബാന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു. അപ്പം അതുപോലെ തന്നെ ലൈലു നഹാറിനെ മാറ്റം വരുത്തി. ഇതൊക്കെ മയ്യത്തിൽ നിന്ന് ഹയ്യന് മയ്യത്തിന് ഇത്തരത്തിലുള്ള വമ്പിച്ച പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ള ഒരുത്തനി ഫഖുദ്റതുഹു, അവന്റെ കുദ്റത്ത് അല അൻയൻസി അൽ മുൽക മിനൽ അജമി, അജമിൽ നിന്നെന്താക്കി അധികാരം തിരിച്ചു വാങ്ങിയിട്ട് വയുദില്ലഹും, അവരെ നിസ്സാരപ്പെടുത്താൻ അള്ളാഹ് കഴിയും. എന്നിട്ടോ വയുത്തിയഹു, ഈ മുൽക്കിനെ കൊടുക്കാം അൽ അറബ, അറബിന് കൊടുക്കാം. ഇപ്പൊ ഞാൻ കാണുന്നുണ്ടേ. അവർ ഇസ്സത്തുലാക്കാം എന്നുള്ളത് ആഹ്വനു മിൻ കുല്ലി ഹയ്യൻ, എളുപ്പമുള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ്. ഇന്നലെ വരെ ഭരിക്കുന്ന നീ അങ്ങോട്ട് പോ, അധികാരം കൊണ്ടാ ഇവനിക്ക് ഇരിക്കട്ടെ, ഇതിന് കഴിയും. വഫീ ബഅദിൽ കുതുബി, ചില കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അനല്ലാഹ്, ഞാൻ അള്ളാഹുവാണ്, മലിക്കുൽ മുലൂക്കായ അള്ളാഹുവാണ് ഞാൻ. ഖുലൂബുൽ മുലൂക്കി, രാജാക്കന്മാരെ കൽബുകളും വനവാസിഹിം, അവരെ എല്ലാം നിയന്ത്രണവും ബിയദി, എൻ്റെ കയ്യിലാണ്. കണ്ട, അപ്പം രാജാക്കന്മാർ മുഖേന നിങ്ങൾക്ക് എന്താക്കും? ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടിട്ടില്ല, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല. വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുമ്പോൾ കൂട്ടണമെന്നുണ്ട്, കൂട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ കുലുമാല കാട്ടിയപ്പോൾ നിങ്ങളാ ഇതാക്കും, നശിപ്പിക്കുന്ന രാജാക്കന്മാരെ ഞാൻ അധികാരം കൊടുക്കും. മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഫൈനിൽ ഇബാദു അതാഊനി, അടിമകളെങ്ങാനും എനിക്ക് വഴിപ്പെട്ടെങ്കിൽ ജഅൽതുഹും ലഹും റഹ്മ, രാജാക്കന്മാരാ ഞാൻ എന്താക്കും? റഹ്മത്തായിട്ട് മാറ്റും. വൈനിൽ ഇബാദു അസൗനി, അടിമകൾ എനിക്ക് കുരുത്തക്കേട് കാട്ടിയ ജഅൽതുഹും ഉഖൂബത്തൻ, ഓർക്കെന്താക്കും? ഈ നേതൃത്വം ഉഖൂബത്തായിട്ട് മാറും. അതിപ്പം കാണുന്നുണ്ട്. അവിടെ രാജാക്കന്മാരെ പറയണ്ട. എന്താ പറയുന്ന? ഫലാ തസ്തഗിലു ബിസബ്ബിൽ മുലൂക്, രാജാക്കന്മാരെ ഭരണകർത്താക്കളെ ചീത്ത പറഞ്ഞുകൊണ്ട് ചോദ്യം ബന്ധി സമയം കളയണ്ട. വലാകിൻ തൂബു ഇലയ്യ, എന്നെക്കുള്ള നിങ്ങൾ തോബ ചെയ്ത് മടങ്ങ്. എന്താണ്? അക്തിഫുഹും അലൈക്കും, അവരെ കൽബിൽ നിങ്ങളെ മേൽ കാരുണ്യമാക്കി ഞാൻ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു. കണ്ടാ? അപ്പം വഹുവ മാനൽ അസർ, ഒരു അസറിന്റെ മാനിയാണ് ഈ പറഞ്ഞത്. ഒരു അസർ എന്താണ്? കമാ തകൂനൂന യുവല്ല അലൈക്കും എന്നൊരു അസറുണ്ട്. നിങ്ങൾ എപ്രകാരമാണോ അതുപോലെയാണ് നിങ്ങളെ ഭരണകർത്താക്കളായി മാറുക. നിങ്ങൾ കുരുത്തക്കേടായിട്ട് ശിക്ഷിക്കുന്ന ഭരണകർത്താക്കന്മാരെ നിങ്ങളെ മേൽ അധികാരപ്പെടുത്തും. ഭയപ്പെടുന്ന ആളുകൾ നിങ്ങളോട് കാരുണ്യമുള്ള ഭരണകർത്താക്കളെ അറിയിച്ചു കൊടുക്കും. മഅനാഹു, അതിൻ്റെ അർത്ഥം ഇൻ കുൻതും മിൻ അഹ്ലി ത്വാഅതി, ത്വാഅത്തിന്റെ ഹൽകാൽപ്പെട്ടവരാണെങ്കിൽ യുവല്ല അലൈക്കും അഹ്ലുർ റഹ്മ, കാരുണ്യമുള്ള രാജാക്കന്മാർ എന്താക്കും? നിങ്ങളെ മേൽ അധികാരം ഏൽപ്പിക്കും. വഇൻ കുൻതും മിൻ അഹ്ലിൽ മാസിയ, മാസിയത്തിന്റെ ഹലാണോ? യുവല്ല അലൈക്കും അഹ്ലുൽ ഉഖൂബ, നിങ്ങളെ ശിക്ഷിക്കുന്ന ആളുകൾക്ക് അധികാരം കൊടുക്കും. വഫീഹി ഇശാറത്തുൻ ഇലാ അന്നൽ വുലാത ഇന്നമാ യകൂനൂന അലാ ഹസ്ബി അഅമാൽ റജാ വഅവാലി. ചുരുക്കത്തിൽ പറയാ, വുലാതല്ല, വാലികൾ, ആ വാലികൾ ഇന്നമാ യകൂനൂന, അവർ ആകൽ അലാ ഹസ്ബി അഅമാൽ റജ, പ്രജകളുടെ അമലിനനുസരിച്ചായിരിക്കും വാലികൾ മാറി വരിക. പിന്നെ അത് ചിലപ്പോൾ സലാഹൻ ഓ ഫസാദൻ, ചിലപ്പോൾ സലാഹ് വരാം അല്ലെങ്കിൽ ഫസാദ് വരാം. അതുകൊണ്ട് ഫഅലാ കുല്ലി വാഹിദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഓരോരുത്തരുടെയും പേരിൽ കടമയാണ് അത്തളർറുഉ ലില്ലാഹ്, അള്ളാഹുവിനോട് താണുകയാണ് അപേക്ഷിക്കലും. വൽ ഇനാബത്തു ഇലൈഹി, അള്ളാഹിനെക്കുള്ള അണയുക ബിത്തൗബത്തി വൽ ഇസ്തിഗ്ഫാർ കൊണ്ടും. എപ്പോഴ്? ഇന്ദ ഫുശുബിൽ ദുൽമി, ദുൽമ പരക്കുന്ന അവസരത്തിലും, വശുമൂലിൽ ജൗർ, അനീതിയും മറ്റും എല്ലാവരെയും പിടികൂടുന്ന അവസരത്തിലും. കണ്ടാ? അപ്പൊ വയദ്ഹറു ജൗറുൽ വാലി വഅദ്ലുഹു, അതുപോലെ ബന്ധവും വാലിയുടെ ജൗർ എന്ന് പറഞ്ഞ അക്രമം, അനീതി, അവരതിലും എന്തിന് വെളിപ്പെടും. എന്തിന്? ഫില്ലറ, ഈ കറക്കുന്ന പശുക്കൾ കാലിയുന്നുണ്ടോ, അതിൽ വെളിപ്പെടും. പാല് കുറയും, അപ്പോൾ വിലക്കയറ്റം വരും. കുടിക്കാൻ പാലില്ല, കട്ടൻ ചായ കുടിച്ചോളണം. കൃഷിയിലും അതിന്റെ ലക്ഷണം കാണും. പിന്നില്ല. വല്ലഷജാർ, മരങ്ങളിലും കാണും. വല്ലസുമാർ, പഴങ്ങളിലും കാണും. എന്ന് പറഞ്ഞാലോ, യഖില്ലു ലബനുൽ റഈൻ, കറക്കുന്ന പാലുകൾ കുറയും. വതുൻസഉ ബറകത്തു ദർഇ, കൃഷിയുടെ ബറക്കത്ത് ഊരപ്പെട്ടു പോകും. വതൻഖുസു സിമാറുൽ അഷ്ജാർ, മരങ്ങളിൽ നിന്ന് കായ്ക്കുന്ന പഴങ്ങളും കുറയും. വതഖ്സിദു മുആമലത്തു തിജാരി,
തുജാര കച്ചവടക്കാരില്ലേ, കച്ചവടക്കാരുടെ മാമലത്തെല്ലാം കെട്ടിക്കിടക്കും, ചിലവാകുന്നില്ല, വാങ്ങാൻ ആളില്ല, ഭൂമി വെക്കാൻ ആളില്ല, പൈസ ഇല്ല എന്നെല്ലാം കെട്ടി വരും. അല്ലത്തി മലക ഫിഹ ദാലികൽ മലിക്കുൽ ജാഇർ, ഈ ജാഇറായ അക്രമിയായ ഭരണാധിപൻ ഏതിലാണോ അധികാരം ഏറ്റെടുത്തത് ആ നാടുകളിൽ. അതെന്തുകൊണ്ട് വന്നു? പ്രജകൾ അടക്കുകയും പോയ പോക്കുണ്ട. അവന്റെ ദുൽമ കാരണത്താലും അവന്റെ ചീത്ത വായിക്കൂനുള്ള അമ്രുഅലല്ലക്സി, ഇനി നേരെ തിരിച്ചു വരും. ഇപ്പൊ നമ്മുടെ പ്രവൃത്തി മാറിയാൽ ഭരണകർത്താക്കൾ നന്നാവും. ഭരണകർത്താക്കളുടെ കാരണത്താൽ അമ്ര അലല്ലക്സ് ഇതാ അദല, നീതി വന്ന് കണ്ടാ. വലമ്മാ വലിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അൽ ഖിലാഫത്ത്, ഖിലാഫത്തിനെ ഏറ്റെടുത്തപ്പോൾ കതബ ഇലൈഹി താഊസ് റളിയല്ലാഹു അൻഹു ഓർക്കൊരു കത്തെഴുതി. ഇൻ അറദത അൻ യകൂന അമലുക ഖൈറൻ കുല്ലു, നിങ്ങളുടെ അമല് മുഴുവനും ഖൈറാകാൻ വേണ്ടി ആഗ്രഹമുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്തഅമിൽ അഹ്ലൽ ഖൈർ, ഖൈറിന്റെ അഹ്ലുകാരെ നിങ്ങൾ അമലീങ്ങളാക്കി നിശ്ചയിക്കണം, എന്നാൽ നിങ്ങളുടെ പ്രവർത്തനം നല്ല നിലക്ക് പോകും. ഫഖാല, അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, കഫാ ബിക മൗഇദ വഅദീന, അപ്പോൾ ഒന്നും പറയണ്ട, അത് തന്നെ മതി. താവൂസിന്റെ ഒരൊറ്റ കലിമത്ത് എന്താണിതല്ലോ അല്ലേ. അടുക്കട്ടെ. ഇനി മുഅ്മിനീങ്ങളെ എതിരായിട്ട് കൂട്ടുപിടിക്കണ്ടെന്നാണ് പറയുന്നത്.